ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയേറ്റുമെല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പോൾ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു. നിങ്ങൾ വെള്ളയൊക്കെ ഇട്ട് നല്ല ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ശേലമുണ്ട്. വെള്ളയിടാത്തവരെയും കാണാൻ നല്ല ശേലമുണ്ട്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മക്കളെല്ലാം വലിയ അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഇടയാവട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചെറുപ്പക്കാർ, യുവതി യുവാക്കന്മാർ ഇന്ന് പകൽ വന്നിരുന്നു. എന്നോട് തന്നെ സംഘാടകർ പറഞ്ഞത് ഞങ്ങളൊരു 500 പേരെയാണ് പ്രതീക്ഷിച്ചത്. ഏതാണ്ട് ഒരു 4000 പേരോളം ഇന്ന് വന്നു നമ്മുടെ യുവതി യുവാക്കന്മാർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അടുത്ത് വന്നത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അവർക്ക് നമ്മൾ 4 വചനങ്ങൾ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെങ്കിലും രാവിലെ വരാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവർക്കത് മിസ്സാവാതിരിക്കാൻ ആ 4 വചനങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അന്ന് പകൽ വരാത്ത യുവതി യുവാക്കന്മാരാരെങ്കിലും വൈകുന്നേരം വന്നെങ്കിൽ അവരെ നമ്മളൊന്ന് മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ആ 4 വചനം പെട്ടെന്ന് 4 വചനം വേഗം ഒരു 8 മിനിറ്റ് എടുക്കത്തുള്ളൂ. 4 വചനം യുവതി യുവാക്കന്മാർക്ക് നിങ്ങളുടെ മക്കൾക്കെല്ലാം ഈ 4 വചനങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ട് ഈ വചനം ഏറ്റുചൊല്ലാൻ പറയണം. ആ വചനങ്ങൾ ഇന്ന് വന്ന മക്കളുണ്ടായിരുന്നു, ഉണ്ടോ ഇതിനകത്ത്? പകൽ വന്നവരൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. അപ്പം നിങ്ങൾ പറഞ്ഞ ഏതൊക്കെ വചനമായിരുന്നു? സുഭാഷിതങ്ങൾ 23:18 അതാണ് ആദ്യത്തെ വചനം പറഞ്ഞത്. സുഭാഷിതങ്ങൾ 23:18. എല്ലാവരും ഈ വചനങ്ങൾ കാണാതെ പഠിച്ച് ആവർത്തിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ കുതിച്ചുകയറ്റം തരാൻ ശക്തിയുള്ള വചനങ്ങളാണിത്. ഇത് വിശ്വസിക്കുക, ഏറ്റുപറയുക. അപ്പോൾ ആദ്യത്തെ വചനം ഇതായിരുന്നു, സുഭാഷിതങ്ങൾ 23:18. അതെങ്ങനെയായിരുന്നു? തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഞാൻ പറയാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതാണ് സുഭാഷിതങ്ങൾ 23:18. ഒന്ന് ഏറ്റു പറയാം. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആവർത്തിക്കുക. തീർച്ചയായും. ദൈവവചനം പറയുമ്പോൾ ഫോഴ്സോട് കൂടി പറയണം. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അത് വിശ്വാസത്തോടെ പറയുമ്പോൾ അത് നമ്മൾ ഈ ലോകത്തോടും പിശാചിനോടും നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുർശക്തികളോടും നാം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നതാണിത്. ഈ ലോകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ട്, ഒത്തിരി നെഗറ്റീവായ പവറുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്കെതിരെ നിൽക്കാം. അപ്പം അതിനെല്ലാം നമ്മൾ നേരിടേണ്ടത് ദൈവത്തിൻ്റെ വചനം അയച്ചിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ദൈവത്തിൻ്റെ വചനം അയച്ചിട്ടാണ് നമ്മൾ ആ അന്ധകാരത്തെ നേരിടേണ്ടത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കി. യേശു പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു പിശാചിനെ ചീത്ത വിളിച്ചില്ല, പിശാചിനെതിരെ ഷൗട്ട് ചെയ്തില്ല, പിശാചിനോട് കോപിച്ചില്ല, പിശാചിനെ വടിയെടുത്തടിച്ചില്ല. പുറത്തു പോ എന്ന് പറഞ്ഞ് ചൂരലെടുത്ത് അടിച്ചോ? പിശാചിനെ അടിച്ചില്ല. നമ്മുടെ ചില ചേട്ടന്മാർ കാണിക്കുന്ന പോലെ ചൂരലെടുത്തിട്ട് ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞാൽ അടിച്ചോ പിശാചിനെ? ഇല്ല. കർത്താവ് എന്ത് ചെയ്തു? നിയമാവർത്തന പുസ്തകം 6 അധ്യായത്തിൽ നിന്നും 8 അധ്യായത്തിൽ നിന്നും 3 വചനങ്ങൾ എടുത്ത് അതുപോലെ ഉദ്ധരിച്ചു.
ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പിശാച് വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ യേശു പിശാചിനെതിരെ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. നിയമാവർത്തനം 6 നിന്നും 8 നിന്നും 3 വചനങ്ങൾ അതുപോലെ എടുത്തിട്ട് പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് കൂടിയാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ കൃത്യമാണത്. ഓരോ സെന്റൻസും, യേശുവിൻ്റെ ഓരോ സെന്റൻസും തുടങ്ങുന്ന ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കാതെ വരില്ല, ഒരു സഹനവും ദൈവം അനുവദിക്കാതെ വരില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രയാസം നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതിനോട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. അതിനെ നേരിടാൻ ഒറ്റ കാര്യമുള്ളൂ. എഫേസ്യോസ് 6:17, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? വചനം എടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഈശോ മിശിഹ, കേൾക്കുന്നുണ്ടോ? സാത്താൻ യേശുവിനെതിരെ നിന്നപ്പോൾ യേശു എന്ത് ചെയ്തു? ദൈവവചനം എടുത്ത് മനസ്സിൽ പറഞ്ഞോ, പിന്നെ ഉച്ചരിച്ചു. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഉച്ചരിക്കണം. ദൈവവചനം ഹൃദയത്തിൽ പറഞ്ഞാൽ പോരാ, ഉച്ചരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അല്പം കഴിയുമ്പോൾ വരാം. ദൈവവചനം നാവ് കൊണ്ട് ഉച്ചരിക്കണം. അതുകൊണ്ട് ഏത് പ്രതിസന്ധിക്കും ഉത്തരം വചനത്തിലുണ്ട്. അത് വചനം എടുക്കണം, വചനം എന്നിട്ട് പ്രഖ്യാപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 8:16 ഇങ്ങനെ പറയും. മത്തായി 8:16 നമ്മളിങ്ങനെ വായിക്കും, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട്? വചനം കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തിയതും പിശാചിനെ പുറത്താക്കിയതും വചനം അയച്ചിട്ടാണ്. വചനം. അതുപോലെ സങ്കീർത്തനം 107:20, സങ്കീർത്തനം 107:20 17 മുതൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, എന്താണ്? വിനാശത്തിൻ്റെ വഴികൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി, അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു, അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അപ്പോൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. കണ്ടോ? അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. അപ്പോൾ വചനം അയക്കണം. എങ്ങനെയാണ് വചനം അയക്കുന്നത്? നമ്മൾ അധരം കൊണ്ട് വചനം ഏറ്റുപറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അധരം കൊണ്ട് ഏറ്റുപറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, എന്ത് ചെയ്യണം? ഈ വചനം ഏറ്റുപറയാൻ പറയണം. 4 ബോംബാണ് ഞാൻ തരാൻ പോകും, ബോംബ്. അപ്പം ഇത് ഏറ്റുപറയണം. ഒന്നാമത്തേത് ഏതായിരുന്നു? സുഭാഷിതങ്ങൾ 23:18. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതായിരുന്നു ആദ്യത്തെ വചനം. രണ്ടാമത്തേത് പ്രഭാഷകൻ 33:16, 17, 18. വെരി ഗുഡ്. പ്രഭാഷകൻ 33:16, 17, 18 വായിക്കാം. പ്രഭാഷകൻ 33:16, 17, 18 വായിക്കാമോ? ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ 17ാമത്തെ വാക്യം, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മനസ്സിലായ? ഞാൻ ഏറ്റവും പുറകിലായിരുന്നു, ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു, എല്ലാവരുടെയും പുറകിലായിരുന്നു. വേസ്റ്റ് പറക്കുന്നവനെ പോലായിരുന്നു, കാലാ പെറുക്കുന്നവനെ പോലായിരുന്നു. എല്ലാവരും ശേഖരിച്ചിട്ട് മിച്ചം വന്ന വേസ്റ്റ് പറക്കുന്നവനെ പോലായിരുന്നു ഞാൻ. എന്നാൽ എന്ത് ചെയ്തു? എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. ഭയങ്കര ശക്തമാണ് ഇതെല്ലാം, ഭയങ്കര ശക്തമായ വചനമാണ്.
എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. ഈ ആമ്പല്ലൂർ പുതുക്കാട് ആമ്പല്ലൂർ കൺവെൻഷന് വന്ന എല്ലാ മക്കളോടും ഞാൻ നിങ്ങളുടെ കാലേ തൊട്ട് അപേക്ഷിക്കുകയാണ്. അങ്ങോട്ട് വരണമെന്ന് എനിക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് 10,000 പേരുടെ കാലേ തൊട്ട് ഞാൻ ഓർത്തിട്ടാണ്. എന്തെന്നറിയാം, ഞാൻ നിങ്ങളെ നിങ്ങൾ ഈ വചനങ്ങൾ ഉറക്കെ പറയണം. വീട്ടിലിരുന്ന് ശത്രു ഓടി ഒളിക്കും, പിശാച് ഓടി മറയും. ഉച്ചത്തിൽ പറയണം, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ കുടുംബങ്ങളിലിരുന്ന് നിങ്ങൾ ഈ വചനം ഉച്ചത്തിൽ പറയണം. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലിരുന്ന്, നിങ്ങളുടെ ജോലി സ്ഥലത്തിരുന്ന് നിങ്ങൾ ഉച്ചത്തിൽ ഈ വചനം പറയണം. ഈ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല വെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിൽ എത്തിച്ചു. അടുത്ത വാക്യം, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. എന്നെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയപ്പോൾ വചനം പറയുകയാണ്, എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അനേകർക്ക് വേണ്ടി എന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റി. അതാണ് ആ വചനം. അപ്പോൾ ഒന്നാമത്തേത് സുഭാഷിതം, മറന്നുപോയി. സുഭാഷിതം 23:18. ഇനി പ്രഭാഷകൻ 33:16-17-18. ഉച്ചത്തിൽ പറഞ്ഞേ, സുഭാഷിതം 23:18, പ്രഭാഷകൻ 33:16-17-18. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് സെഫാനിയ 3:17. സെഫാനിയ 3:17. സെഫാനിയ എവിടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴി പറഞ്ഞു തന്നായിരുന്നു. മറന്നുപോയോ? മത്തായിയുടെ പുറകിൽ ആരാ? അയ്യോ, മത്തായിയുടെ പുറകിൽ ആരാ സിസ്റ്ററെ? മലാഖിയുടെ പുറകിലോ സക്കറിയയുടെ പുറകിലോ ഹഗ്ഗായിയുടെ പുറകിലോ സെഫാനിയ. കേട്ടോ? അപ്പൊ സെഫാനിയ 3:17 വേഗം വായിച്ചു. സെഫാനിയ 3:17. എൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ക്രിസ്ത്യാനിക്ക് പണമുണ്ടാകുന്നത് തെറ്റാണോ? തെറ്റല്ല. തീവ്രവാദിയുടെ കയ്യിൽ പണം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് നല്ലവൻ്റെ കയ്യിൽ പണം ഉണ്ടാവുന്നതാണ്. ആണോ? അതെ. അതുകൊണ്ട് നല്ലവരുടെ കയ്യിലെല്ലാം ആവശ്യത്തിന് പണം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പണം ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല. പണം മാമോനാണ്, പണം ദൈവം ആവരുത്. ദൈവത്തിന് പകരം പണം ലക്ഷ്യമാകരുത്. മറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ വെരി ബാഡ് മാസ്റ്റർ. മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ വെരി ബാഡ് മാസ്റ്റർ. പണം കയറി യജമാനനാവരുത്, പക്ഷേ നല്ല ഒരു അടിമയായിട്ട് പണം നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിശ്വാസിക്ക് പണം ഉണ്ടോ ഇല്ലയോ? സിസ്റ്റർമാർക്ക് പണം ആവശ്യമുണ്ടോ ഇല്ലയോ? ഉണ്ട്. അച്ഛന്മാർക്കോ? ഉണ്ടെന്ന്. എല്ലാവർക്കും ആവശ്യമുണ്ട്. പണം എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇനി ഈശോയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ലേ? ഉണ്ട്. 13 ചെറുപ്പക്കാർ, 12 അപ്പസ്തോലന്മാർ ഈശോയും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു പണസഞ്ചി ഉണ്ടായിരുന്നു. ഉണ്ടോ? ആ പണസഞ്ചി ആരുടെയിലായിരുന്നു? മനസ്സിലായത്? നല്ല ആളുടെ കയ്യിലാണ് ഇത് കൊടുത്തിരുന്നത്. യൂദാസിന്റെ കയ്യിലായിരുന്നു ഈ പണസഞ്ചി. അപ്പോൾ വിശ്വാസിക്ക് പണം വേണം, പണം ആവശ്യമുണ്ട്. പണം എന്തിനെന്നറിയോ? 2 കാര്യങ്ങൾക്കാണ്. ബൈബിൾ അനുസരിച്ച് നമുക്ക് പണം വേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. 2 കാര്യങ്ങൾക്ക്. അത് ഈശോ പണം ഉപയോഗിച്ചത് 2 കാര്യങ്ങൾക്കാണെന്ന് ബൈബിളിലൊരു സൂചനയുണ്ട്. ഒന്നെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴ മേശയിൽ വെച്ച് കർത്താവ് ഈശോ മിശിഹാ ഇങ്ങനെ പറയുന്നുണ്ട്. വായിക്കാം. 21 മുതൽ. യോഹന്നാൻ 13:21 മുതൽ വായിക്കാം. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഉറക്കം വായിച്ചേ. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്?
അവൻ പ്രതിവചിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയോത്തായിയുടെ മകൻ യൂദാസിന് കൊടുത്തു. 27 ഉറക്കെ വായിക്ക്. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, അപ്പൊ യൂദാസിനോട് ഈശോ പറഞ്ഞു, നീ ചെയ്യാൻ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നത് വേഗം പോയി ചെയ്യുക. എന്നാൽ 28, എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിതെന്തിന് പറഞ്ഞു എന്ന് അറിഞ്ഞില്ല. വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ക്രിസ്ത്യാനിക്ക് പണം വേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. അതിൻ്റെ ഉത്തരമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. പണസഞ്ചി യൂദാസിൻ്റെ പക്കൽ ആയിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈശോ പറഞ്ഞു പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് ഈശോ പണസഞ്ചിയിൽ നിന്ന് പണം എടുക്കാൻ 2 കാര്യങ്ങൾക്കാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, എന്തിനാണ്? ആവശ്യമുള്ളത് വാങ്ങുക. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നന്നായിട്ട് നടക്കണം, അതിന് പണം വേണം. വേണോ? വേണം. രണ്ടാമത്തേത്, ആവശ്യക്കാർക്ക് കൊടുക്കുക. 2 കാര്യങ്ങൾക്കാണ് വിശ്വാസികളുടെ പണം വേണ്ടത്. ഒന്ന്, അവരുടെ പ്രിയപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ നന്നായി നടക്കണം, നന്നായിട്ട് നടക്കണം. ലുബ്ധിച്ചും ചുരുക്കിയും പിശുക്കിയും ഒന്നുമല്ല, നന്നായിട്ട് നടക്കണം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണം. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. രണ്ടാമത്തേത്, ദരിദ്രർക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് പണം ആവശ്യമുള്ളവരൊന്ന് കൈവക്കിക്കേ. എത്ര പേർക്ക് വേണമെന്നറിയട്ടെ. ഭക്തി മൂത്ത് കൈവക്കാതിരിക്കരുത്, ഈ പട്ടിണി ഇരുന്ന് പോവും. അപ്പോൾ ഒന്ന് കൈവശിക്കുക. എല്ലാവർക്കും ആവശ്യമുണ്ട്. എനിക്ക് വേണം, ഞാൻ അതുകൊണ്ട് കൈവക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടക്കണം. രണ്ടാമത്തേത്, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനും പറ്റണം. ഈ 2 കാര്യങ്ങൾക്ക് എനിക്ക് പണം വേണം. ഒന്നുകൂടെ കൈവശിക്കുക, നോക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അങ്ങനെ കർത്താവ് പറയാണ്, അങ്ങനെ അതിനാവശ്യമുള്ളത് തരാൻ കർത്താവിന് കഴിവുണ്ട്. ഒരു വചനമുണ്ടത്, വായിക്കാം. 2 കൊരിന്തോസ് 9:8. 2 കൊരിന്തോസ് 9:8. 2 കൊരിന്തോസ് 9:8 വായിച്ചേ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഈ വചനമൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് സദാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും. ചില മാസത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എപ്പോഴും ചുരുക്കി ഞെരുക്കി പിശുക്കി ആണോ? അല്ല, സമൃദ്ധമായി. കണ്ടോ? ഓരോ വാക്കും അപ്പസ്തോലൻ വളരെ ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എപ്പോഴൊക്കെ? സദാ, എപ്പോഴും. എങ്ങനെ? സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ അതാണ് ഒരു കാര്യം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നല്ല വൃത്തിയായിട്ട് നടക്കണം. ഞാൻ ഒരു ഉപദേശം തരാം. നല്ല വൃത്തിയായിട്ട് നടക്കണം. ഭക്തി മൂത്തിട്ട് ചുമ്മാ കുളിക്കാതെയും നനയ്ക്കാതെയും നടക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഭക്തി മൂത്തിട്ട് എന്താണ്? വൃത്തിയില്ല നടക്കുകയാണ്. അതൊക്കെ ഒരു തലതിരിഞ്ഞ ഭക്തിയാണ്. അങ്ങനെയൊന്നുമല്ല. കർത്താവ് വിശ്വസിക്കാൻ വളരെ നീറ്റായിട്ട് നടന്ന ആളാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരാളെ, കുറ്റവാളിയെ കുരിശിൽ തൂക്കാൻ പോകുന്ന സമയത്ത് വല്ലവരും അവൻ്റെ ഷർട്ടിനും പാൻറ്റിനും വേണ്ടി നറുക്കിടുവോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മോൻ്റെ മുണ്ടിനും ഷർട്ടിനും വേണ്ടി നറുക്കിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പട്ടാളക്കാർ യേശുവിൻ്റെ അങ്കിക്ക് വേണ്ടി നറുക്കിട്ടെങ്കിൽ, ചിട്ടിയിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എന്നോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ. അതിങ്ങനെ ചുമ്മാ ഈ ചപ്പും ചവറൊന്നും ആയിരുന്നില്ല. നല്ല ഉടുപ്പായിരുന്നു, നല്ല ഉടുപ്പായിരുന്നു. അതിന് നല്ല വിലയുണ്ടായിരുന്നു. അത് അമ്മ നെയ്തുണ്ടാക്കി കൊടുത്താന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്തുകൊട്ടെ നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഈശോമിശിഹായുടെ അങ്കി നല്ലതായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഈശോമിശിഹായുടെ കൂടെ നടക്കുന്നവരുടെ അങ്കി നല്ലതായിരിക്കണം. പറഞ്ഞേ വൃത്തികേടായിട്ട് നടക്കരുത്. ഭക്തി മൂത്തിട്ട് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, തലയും ജീവിതത്തില്ല, ഇങ്ങനെ നാറി നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പറയണോ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന് പറയണോ? അതായത്
എനിക്ക് തന്നെ അപമാനം വരുത്തി വെക്കുന്ന കാര്യമാണിത്. എന്നാലും പറഞ്ഞേക്കാം. എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഭക്തരാണെങ്കിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഭക്തരായതുകൊണ്ട് നമ്മൾ വൃത്തികേടായിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ ഇത്തിരി മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് നടന്നാലും അതൊക്കെ നമ്മുടെ തിരക്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നടക്കുന്നു. ഇങ്ങനെ ഒരു ഇപ്പോഴല്ല, ഒരുപാട് കൊല്ലം മുമ്പാണ്. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നുമല്ല, ഒത്തിരി കൊല്ലം മുമ്പാണ്. ഇപ്പം ഞാനന്ന് അച്ഛനായിട്ട് ആദ്യത്തെ വർഷമാണ്. അച്ഛനാവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തലയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് മുറിയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടുക, കട്ടിലെ പുസ്തകം, മേശപ്പുറത്ത് പുസ്തകം, കസേര പുസ്തകം, എന്നിട്ട് ഞാൻ നിലത്ത് കിടന്നുറങ്ങും. ഇങ്ങനെ എല്ലാം അലങ്കോലമായിട്ടിടുക. ഇതൊക്കെയാണ് ഒരു ബുദ്ധിജീവി ടൈപ്പ് എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് നമുക്ക് ബുദ്ധി ഉണ്ടെന്ന് ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് നടക്കുക. പിന്നെ കീറാറായ ഒരു സഞ്ചി, 4 വശത്തും കീറിയൊരു രൂപ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് കഴിഞ്ഞാൽ അച്ഛനെ കഴിഞ്ഞിട്ടും എൻ്റെ ധാരണ അങ്ങനെ കാര്യമായിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയോര പ്രദേശത്ത് കൊച്ചച്ഛനായിട്ട് എനിക്ക് പിതാവ് അവിടെ അപ്പോയിൻമെൻറ്റ് തന്നു. മലയോര പ്രദേശമാണ്. അപ്പോൾ കുന്നും മലയും എല്ലാം കയറി ഇറങ്ങണം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ശരിക്കും മുഷിയും വേർക്കും. അപ്പോൾ ഒരിക്കൽ എൻ്റെ പിതാവ് ബിഷപ്പ് എന്നെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. ഒരു 100-110 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഞാൻ വരേണ്ടത്. ഞാൻ ബസ്സിന് കയറി തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് പിതാവിനെ കണ്ടു. പിതാവിനോട് എനിക്ക് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോകാൻ നേരം എന്നെ നന്നായിട്ട് ആശ്ലേഷിച്ചു. എന്നെ നന്നായിട്ട് ആശ്ലേഷിച്ചു. എനിക്കിഷ്ടമാണ് അത്. പിതാവ് എന്നെ അങ്ങനെ ആശ്ലേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇപ്പം വരാമെന്ന് പറഞ്ഞു. അകത്ത് പോയി ഒരു സ്പ്രേ എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ അടിക്കണമെന്ന് പറഞ്ഞു ഇടയ്ക്ക്. അതെനിക്ക് വലിയ ആന്തരിക മുറിവായിപ്പോയി. എന്തുകൊണ്ടാണ് എനിക്ക് സ്പ്രേ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതോടുകൂടി എൻ്റെ ആ ചിന്താഗതി മാറി. എന്താണ്, നമ്മൾ വൃത്തികേടായിട്ട് നടക്കുന്നതാണ് ഭക്തി എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. വൃത്തിയായിട്ട് നടക്കണം. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നാണ് പറയുന്നത്. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. ദൈവഭക്തര് വൃത്തിയായിട്ട് നടക്കണം. രണ്ട് ഡ്രസ്സേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. 2 ഉള്ളെങ്കിലും എണ്ണത്തിനകത്തൊന്നും ഒരു കാര്യമില്ല. 2 ഉള്ളൂ. പക്ഷെ അത് വൃത്തിയായിട്ട് അലക്കി തേച്ച് വൃത്തിയായിട്ട് നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതിപുരുഷന്മാരാണ്. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചവരെല്ലാം. നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസൻറ്റബിൾ ആയിരിക്കണം എവിടെ ചെന്നാലും. അതൊക്കെ ചെറിയ പ്രായത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കുക അങ്ങനെ വൃത്തികേടായിട്ട് നടന്നിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് നന്നായിട്ട് നടക്കണം, നല്ല വൃത്തിയായിട്ട് നടക്കണം. അതിന് പണം വേണ്ടേ? വേണോ? വേണം. വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് അത്യാവശ്യം നല്ല വീട് പണിത് കൊടുക്കാൻ, അവർക്ക് നല്ല പഠന സൗകര്യങ്ങൾ കൊടുക്കാൻ, അവരെ നല്ല കോളേജിലും സ്കൂളിലും വിട്ട് പഠിപ്പിക്കാൻ പണം വേണം. വേണോ? എത്ര പേർക്ക് വേണം? നോക്കട്ടെ. ഹല്ലേലൂയ. അപ്പം അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, സൽകൃത്യങ്ങൾ ധാരാളമായിട്ട്. അപ്പോഴും അവിടെ ഇവിടെ എവിടെങ്കിലും വർഷത്തെ ഒരു സൽകൃത്യമല്ല, എപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യാൻ, സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ടതെല്ലാം തരാൻ കഴിവുറ്റവനാണ് ദൈവം. അതുകൊണ്ട് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. സാമ്പത്തിക ഞെരുക്കങ്ങളുള്ള അനേകം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ വായിച്ചു. അപ്പോൾ പ്രയാസമുണ്ട്, ഒത്തിരി പ്രയാസമുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 2 കൊരിന്തോസ് 9:8 ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ആവർത്തിക്കുക. 2 കൊരിന്തോസ് 9 8 വാക്യം ആവർത്തിക്കുക. ഞാൻ പറഞ്ഞു തരുന്ന ആവർത്തിക്കുക. നിങ്ങൾക്ക് പോരാ, ഉച്ചത്തിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ
കഴിവുറ്റവനാണ് നമ്മുടെ ദൈവം. ആമേൻ. ഇനി അടുത്ത വചനം ഞാൻ പറഞ്ഞത് ഏത് വചനമായിരുന്നു? 4-ാമത്തെ വചനം. ചെറുപ്പക്കാരോട് പറഞ്ഞ ഏതായിരുന്നു? മറന്നുപോയി മക്കളെ, ഞാൻ മറന്നുപോയി. 1 കൊരിന്തോസ് 15:57 വായിക്കാം. 1 കൊരിന്തോസ് 15:57 4-ാമത്തെ വചനം. 1 കൊരിന്തോസ് 15:57 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമുക്ക് വിജയം നൽകുന്ന ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പോൾ ഈ 4 വചനങ്ങൾ വേഗം ഒന്ന് പറഞ്ഞ്. 1 സുഭാഷിതങ്ങൾ 23:18 എന്തായിരുന്നു അത്? തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. 2-ാമത്തെ വചനം പ്രഭാഷകൻ 33:16, 17, 18 ഒടുവിലാണ് ഞാൻ ഉണർന്നത്, എന്നാൽ ഓക്കെ, കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുമ്പിലെത്തി. 3-ാമത്തെ വചനം സഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. 4-ാമത്തെ വചനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സജീവമായിട്ട് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിങ്ങൾ കുർബാനയ്ക്ക് ഇങ്ങനെ നിന്ന്, മലങ്കര കുർബാനയ്ക്ക് കുറേ നിന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇരുത്തിയതാണ് മനഃപൂർവ്വം, ആദ്യം എഴുന്നേൽപ്പിക്കാതെ. ഇപ്പോൾ കുറച്ചിരുന്നല്ലോ, ഇനിയിപ്പോൾ എഴുന്നേറ്റോ. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ രാത്രിയിൽ നമ്മളെ കടന്നു വരികയാണ്. അത് വെഞ്ചരിപ്പും പ്രാർത്ഥനയും എല്ലാം നമുക്കിന്ന് വലിയ ഒത്തിരി ശുശ്രൂഷകളും ഉണ്ട്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് ഇന്ന് വന്ന എല്ലാ മക്കളെയും ഈശോ വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്താം, കണ്ണടയ്ക്കാം. ഒരു 10 പേര് 20 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ. ഹൃദയം തുറന്ന് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെ സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ ഒരു സ്വരം കേട്ടു. ചെറിയവരും വലിയവരുമായ ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരും നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, സ്തുതി, ആരാധന സമർപ്പിക്കുന്നു ഈശോയെ. നന്ദി, ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഈശോയെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ആരാധന. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ആമേൻ. ഇരിക്കാം. തിരുവചനം തുറക്കാം. റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. എല്ലാവരും ഒന്ന് എടുത്തോട്ടെ, എല്ലാവരും എടുത്തോട്ടെ. റോമാലേഖനത്തിൻ്റെ റോമൻസ് 10:9 റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. വായിച്ചോളൂ. ആകയാൽ, കുറെ കൂടെ ഉച്ചത്തിൽ വായിക്കാമോ? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാൻ 2 മാർഗങ്ങൾ അപ്പസ്തോലൻ ഉപദേശിക്കുന്നു. 1-ാമത്തെ മാർഗം, ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ഉയർപ്പിച്ചു എന്ന് മാത്രം വിശ്വസിക്കാൻ നല്ല ഇവിടുത്തെ അർത്ഥം. യേശുവിൻ്റെ ഉത്ഥാനം എന്ന ഒറ്റ വാക്കിൽ അദ്ദേഹം സംഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, യേശുവിലൂടെ സംഭവിച്ച രക്ഷ. അതാണ് യേശുവിൻ്റെ ഉയർപ്പ് എന്ന ഒറ്റ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യേശു സംഭവം. ആ വാക്കൊന്ന് പറഞ്ഞേ. യേശു സംഭവം. പറയൂ. യേശു സംഭവത്തിൽ, ക്രിസ്തു സംഭവത്തിലുള്ള, ക്രൈസ്റ്റ് ഈവൻറ്റിലുള്ള ഒരാളുടെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസം 1-ാമത്തേത്. അപ്പോൾ യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. രക്ഷ പ്രാപിക്കാനുള്ള 2-ാമത്തെ മാർഗം,
ആ വിശ്വാസം അധരം കൊണ്ട് ഏറ്റുപറയുക. അപ്പോൾ ഇതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. പറയാവോ? അതായത് ഇത്രയും പേര് പറഞ്ഞാൽ തൃശ്ശൂർ നഗരം കിടുങ്ങണം. അത്രയും പേരുണ്ട് ഇവിടെ, മനസ്സിലായോ? 4-3-7 പിള്ളേര് സമരത്തിന് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെ പ്രദേശം കിടുങ്ങുന്നവരാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഉറക്കെ പറഞ്ഞോളുക. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു, 2 വാക്യങ്ങൾ. എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. ഏറ്റു പറയുന്ന പ്രഖ്യാപിക്കുക, അങ്ങനെ പറയണം. അപ്പോൾ ഒന്ന് പറയാമോ? ഒന്നുകൂടെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. ഒന്നുകൂടെ പറയാം. ഇനി എന്നെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഏത് തകർച്ചയിലാണെങ്കിലും, ഇതാ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയുന്നു, ഏത് തകർച്ചയിലാണെങ്കിലും നിങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ എഴുതപ്പെട്ട ദൈവിക സത്യങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ക്രിസ്തുവിൻ്റെ തിരുമൊഴികൾ, അത് ഹൃദയം കൊണ്ട് ഒരു വ്യക്തി വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിച്ചാൽ ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ പ്രകടമായി യേശുവിൻ്റെ രക്ഷ ഇടപെടുകയും വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. റോമർ 10:9 എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ 2 വാക്കുകൾ പറയണം, 2 വാക്യങ്ങൾ. എന്താണത്? അപ്പം ഞാൻ പറയുകയാണ്, റോമർ 10:9 പറയൂ. മതി. ഇനി നിങ്ങൾ മറ്റൊരു വചനം എടുക്കണം. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുക. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ഈ അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ തൊട്ടു മുമ്പത്തെ വാക്യം വായിക്കുക. നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതാണ് വെളിപാട് 12:11 തൊട്ടു മുമ്പിൽ കാണുന്ന വാക്യം. അതാണ് നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതാരാണ്? പിശാച്. അതാരാണ്? സാത്താൻ. അപ്പൊ സാത്താനെ കുറിച്ചാണ് പറയുന്നത്. സാത്താൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സാത്താൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, അവൻ നമ്മുടെ സഹോദരന്മാരെ, സഭാമക്കളെ, വിശ്വാസികളെ ദുഷിക്കുക. 2, ദൈവത്തിൻ്റെ മുമ്പിൽ അവരെക്കുറിച്ച് പഴി പറയുക. അങ്ങനെ പറഞ്ഞിരുന്ന സാത്താൻ വലിച്ചെറിയപ്പെട്ടു. ഇനി ഈ സഹോദരന്മാർ, ഈ വിശ്വാസികൾ എങ്ങനെയാണ് സാത്താൻ്റെ മേൽ വിജയം നേടിയത്? 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, അവരാകട്ടെ, വായിക്കാം, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും ശത്രുവിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം നേടി. അപ്പൊ സാത്താൻ്റെ മേൽ വിജയം നേടാൻ വെളിപാട് 12:11 എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം. 2, സാക്ഷ്യത്തിൻ്റെ വചനം. ഇതാണ് 2 കാര്യം. റോമർ 10:9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ പറയണമായിരുന്നു. എന്തായിരുന്നു അത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. ഇനി വെളിപാട് 12:11 എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ പറയണം. കുഞ്ഞാടിൻ്റെ രക്തം, സാക്ഷ്യത്തിൻ്റെ വചനം. ഈ റോമർ 10:9 പറഞ്ഞ അതേ 2 കാര്യങ്ങളാണ് വെളിപാട് 12:11 പറയുന്ന 2 കാര്യങ്ങൾ. അതായത് റോമർ 10:9 പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് വെളിപാട് 12:11 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക സമം കുഞ്ഞാടിൻ്റെ രക്തം, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക സമം സാക്ഷ്യത്തിൻ്റെ വചനം. അപ്പൊ സാത്താൻ്റെ മേൽ വിജയം നേടാനും രക്ഷ പ്രാപിക്കാനും റോമർ 10:9 വെളിപാട് 12:11 അനുസരിച്ച് രക്ഷ പ്രാപിക്കാനും സാത്താൻ്റെ മേൽ വിജയം നേടാനും ദൈവമക്കൾക്ക് തിരുവചനം ഉപദേശിക്കുന്ന 2 വഴികളാണ്. ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം. 2, സാക്ഷ്യത്തിൻ്റെ വചനം. 1, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. 2, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. ഇനി ഇത് ഹെബ്രായ ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട്. അത് വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം. ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ
നിങ്ങൾ വായിക്കേണ്ടത് 19 വാക്യം മുതലാണ്. 19 വാക്യം മുതൽ ഹെബ്രായ ലേഖനത്തിൻ്റെ 10 അധ്യായത്തിൻ്റെ ഹീബ്രൂസ് 10:19 ഹെബ്രായ ലേഖനത്തിൻ്റെ 10 അധ്യായത്തിൻ്റെ 19 മുതൽ നിർത്തി ഉച്ചത്തിൽ വായിക്കാം. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അടുത്ത വാക്യം, എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുകയാണ്, സഹോദരരെ, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. ഇനിമേൽ ആരും ഭയപ്പെടേണ്ടതില്ല, ഇനിമേൽ ആരും ശങ്കിച്ചു നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടാവാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് മനോധൈര്യം അസ്തമിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭഗ്നാശരോ ഇച്ഛാഭംഗമുള്ളവരോ നിരാശരോ ആയി മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടാവാൻ ദൈവം ചില പദ്ധതികൾ തയ്യാറാക്കി. അപ്പോൾ നമുക്ക് ധൈര്യം തരുന്ന വലിയൊരു കാര്യം പറയുകയാണ് ഇവിടെ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട്. ഞാനീ പറയുന്നത് എത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നോ അത്രമാത്രം നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള വ്യക്തികളായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ബോധ്യങ്ങളാണ് വിശ്വാസമാണ് നമ്മളെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വിപരീതം. എനിക്ക് ഇന്നലെയോ മെനഞ്ഞാന്നോ ഒരു ഇമെയിൽ വന്നു. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എഴുതിയിരുന്നു, ഫാദർ, ഞാൻ നന്ദി പറയാൻ വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്, ഈ ഇമെയിൽ എഴുതുന്നത്. അവൻ പറഞ്ഞു, ഞാൻ സൈക്കാട്രിക് മരുന്നുകൾ, ഞാൻ ഈ ബിരുദാനന്തര ബിരുദം പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി ചെയ്യുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ സൈക്കാട്രിക് മരുന്നുകൾ കഴിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്, എനിക്ക് വലിയ ഡിപ്രഷൻ ഉണ്ടാവുകയാണ്, എനിക്ക് വലിയ ഭയം വരികയാണ്. അപ്പം ഞാൻ ആദ്യം കരുതി, അദ്ദേഹം പറയുകയാണ്, ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ആദ്യം കരുതി പരീക്ഷയൊക്കെ അടുക്കുന്നുണ്ടായിരിക്കുമെന്ന്. പരീക്ഷാ ദിനങ്ങൾ കഴിയുമ്പോൾ ഇത് അവസാനിക്കുമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷെ ഞാൻ മരുന്നൊക്കെ കഴിച്ചു. പരീക്ഷ കഴിഞ്ഞിട്ടും എൻ്റെ ഭയം വിട്ടുമാറുന്നില്ല. ആ സമയത്ത് അവൻ എവിടെയോ കേട്ട 1-2 വചനങ്ങൾ അവൻ ഓർമ്മ വന്നു. അവൻ ആ വചനങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് എന്നെ ഓർമ്മ വന്നു. അപ്പോൾ അവൻ എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അവൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ അതിൻ്റെ ഹോം പേജിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്: വിശ്വാസത്തിൻ്റെ വിപരീത പദം അവിശ്വാസമല്ല, ഭയമാണ്. അതാണ് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിലെ ആദ്യത്തെ പേജിലെ ആദ്യത്തെ വാചകം. വിശ്വാസത്തിൻ്റെ വിപരീത പദം അവിശ്വാസമല്ല, ഭയമാണ്. അപ്പോൾ ഇവനിത് വായിച്ചു. അവനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ബോധ്യം കിട്ടി. എനിക്ക് ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം വന്നാൽ എൻ്റെ ഭയം പോവും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്തിട്ട് അവൻ വിശ്വാസവും ഭയവും എന്ന് പറയുന്നൊരു വീഡിയോ അവൻ കണ്ടെത്തി. അവനത് കണ്ടു. അവൻ കുറേ വചനങ്ങൾ എഴുതിയെടുത്തു. അത് സ്റ്റിക്കി നോട്ടിനകത്ത് എഴുതി വെച്ചിട്ട് അവനിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഈ വചനങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. അവൻ എനിക്ക് എഴുതിയിരിക്കുകയാണ്, ഫാദർ, നന്ദി പറയാനാണ് ഞാനിത് എഴുതുന്നത്. MA സൈക്കോളജി പഠിക്കുന്ന, സൈക്കാട്രിക് മരുന്നുകൾ കഴിച്ച് എന്നിട്ടും എൻ്റെ പാനിക് അറ്റാക്കും എൻ്റെ ആങ്സൈറ്റിയും മാറാതിരുന്ന എൻ്റെ ജീവിതത്തെ ദൈവവചനം പരിപൂർണമായി സുഖപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. വിശ്വാസത്തിൻ്റെ വിപരീത പദം ഭാഷയും വ്യാകരണവും അനുസരിച്ച് അവിശ്വാസമാണ്. പക്ഷേ ആത്മീയത അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച്, സുവിശേഷം അനുസരിച്ച് വിശ്വാസത്തിൻ്റെ വിപരീത പദം ഭയമാണ്. ഭയം. അതുകൊണ്ട് ഭയം മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വിശ്വാസത്തിൽ വളരണം. ബോധ്യങ്ങളിൽ വളർന്നാൽ ഭയമില്ലാതാവും. പറഞ്ഞേ ഹല്ലേലൂയാ. എവിടെ ഭയമുണ്ടോ അവിടെ അടിമത്തമുണ്ട്. ഭയമുണ്ടെങ്കിൽ നമ്മൾ പലരുടെയും അടിമകളായിട്ട് മാറും, പലതിൻ്റെയും അടിമകളായിട്ട് മാറും. നമ്മൾ നമ്മുടെ തന്നെ വൈകല്യങ്ങളുടെ അടിമകളായിട്ട് മാറും ഭയമുണ്ടെങ്കിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഭയം നമ്മളെ സ്വാതന്ത്ര്യമില്ലാത്തവരാക്കി മാറ്റും. ഭയം നമ്മളെ അടിമകളാക്കി മാറ്റും.
ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ച ആരംഭകാലങ്ങളിൽ എന്നെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. അവരെന്നെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാര്യം ഇതാണ്: ഡാനിയൽ അച്ഛൻ സൂക്ഷിക്കണം, അച്ഛൻ നന്നായിട്ട് ജീവിക്കണം എന്നല്ല അവർ പറയുന്നത്, അച്ഛൻ സൂക്ഷിക്കണം. എന്താണ്? പിശാച് അച്ഛനെ നോക്കി വെച്ചിരിക്കുക, അച്ഛൻ സൂക്ഷിക്കണം. പിശാച് അച്ഛൻ. എന്നിട്ട് ഇവരിങ്ങനെ ഓരോ ദർശനങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും, അച്ഛൻ ജീപ്പിനകത്ത് ചോരയെ കുളിച്ച് കിടക്കുന്ന ദർശനം ഞാൻ ഇന്നലെ കണ്ടു, അച്ഛൻ ഇങ്ങനെ അടികൊണ്ട് പിന്നെ ഇങ്ങനെ ആളുകൾ, സുവിശേഷ വിരോധികൾ അച്ഛനെ പത്തിന് വെട്ടി അടിക്കുന്ന ദർശനം ഞാൻ നല്ല ഒറ്റ ദർശനം അവർ കണ്ടിട്ടില്ല, എല്ലാം ഇങ്ങനത്തെ ദർശനം കണ്ടിട്ടുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒരു കാലത്ത് പ്രത്യേകിച്ച്, എന്നിട്ട് വേറൊരു സമയത്ത് ഇങ്ങനെ വന്ന് പറയാം, അച്ഛനെതിരെ ഇങ്ങനെ ആളുകൾ ബ്ലാക്ക് മാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ അവിടുന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു, അച്ഛാ സാത്താൻ അച്ഛനെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വേറൊരാൾ വന്നിട്ട് പറയുന്നു, അച്ഛൻ ഇങ്ങനെ ഇതാ തല്ലുകൊണ്ട് കിടക്കുന്ന ഞാൻ കണ്ടു. വേറൊരാൾ വന്നിട്ട് പറയുന്നു, അച്ഛൻ ഇതാ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. വേറൊരാൾ പറയുന്നു, അച്ഛൻ്റെ തലയൊട്ടിയെല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കുന്ന, അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ഒരാൾ ഓടുന്ന ഞാൻ കണ്ടു, അച്ഛനെ അടിച്ച് തലയിട്ടിട്ട്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ്റെ ഉള്ളിൽ ഓരോ ധാരണകൾ കയറുന്ന എങ്ങനെയാണെന്നറിയാമോ? ആവർത്തിച്ച് നിങ്ങൾ എന്ത് കേൾക്കുന്നോ അത് നിങ്ങളുടെ ബോധ്യമായിട്ട് മാറും. ആവർത്തിച്ച് നിങ്ങൾ എന്ത് കേൾക്കുന്നോ അത് നിങ്ങളുടെ തലയിലെ ബോധ്യമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ പറയുകയാണ്, സിസ്റ്റർ ഭയങ്കര സുന്ദരിയാണ് എന്ന് 10 തവണ പറഞ്ഞാൽ സിസ്റ്റർ തന്നെ അറിയാതെ തോന്നുന്നു എന്താണ്, ഞാനൊരു സുന്ദരിയാണെന്ന് തോന്നുന്നു. സിസ്റ്ററിന് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു മെച്ചമൊന്നുമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ പറയുകയാണ്, സിസ്റ്റർ സുന്ദരിയാണ് കേട്ടോ, അല്ലേലും ഒരു സന്തോഷമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പിടിക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോട്ടെ സിസ്റ്ററിനെ വിട്ടേക്കാം, ഞാൻ പറയുകയാണ്, മോളെ നീ നല്ല സുന്ദരിയാടി എന്ന് ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ 10 പ്രാവശ്യം പറഞ്ഞാൽ ഉടനെ നിനക്ക് എന്നാ തോന്നും? ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് നിനക്ക് അറിയാതെ തന്നെ ഒരു തോന്നൽ വരും. നീ സുന്ദരിയാണ്, പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ വരും. ഇനി അല്ല തിരിച്ചു പറയാന്ന് വെച്ചോ, നിന്നെ കണ്ടിട്ട് മൊത്തത്തിൽ ഒരു പ്രപ്പോർഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം പറഞ്ഞാൽ ആൾക്ക് തന്നെ തോന്നും എന്താണ്, അയ്യോ എന്നെ കൊള്ളില്ലല്ലേ, എന്നെ കാണാൻ കൊള്ളില്ലല്ലേ, എനിക്ക് മോശമാണല്ലേ. ആവർത്തിച്ച് നിങ്ങൾ എന്ത് കേൾക്കുന്നോ അതാണ് നിങ്ങളുടെ ബോധ്യമായി മാറുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വന്ന് പറയുന്നു, അങ്ങനെ ചെയ്യുന്നു. ഒരു സമയത്ത് ഇത് തന്നെ ഞാൻ കേൾക്കുന്ന എല്ലാം ഇതാണ്. പതുക്കെ എനിക്കൊരു പേടി വരാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? പതുക്കെ എൻ്റെ ഉള്ളിൽ പേടി. അപ്പൊ എന്നോട് ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ ഒത്തിരി ശുശ്രൂഷയൊന്നും ചെയ്യണ്ട, അച്ഛൻ ചെറുതായിട്ടൊക്കെ ചെയ്താൽ മതി. ഞങ്ങൾക്ക് പേടിയാവുകയാണ് അച്ഛൻ ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പോൾ. സാത്താൻ അച്ഛനെ നോക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് പതുക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ സ്വാതന്ത്ര്യം പോകാൻ തുടങ്ങി. ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ, അപ്പോൾ ഞാൻ ദൈവദിനത്തിന് വേണ്ടി പിശാചിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് കയറി വരും. എന്താ? അയ്യോ വേണ്ട, അത് ചെയ്യണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെൻ്റെ സ്വാതന്ത്ര്യത്തെയും എൻ്റെ ശുശ്രൂഷകളെയും പതുക്കെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു വ്യക്തത കിട്ടുന്നില്ല. ഇനി ഈ ദർശനമൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സത്യമാണാവോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനതുകൊണ്ട് ഒരു ദിവസം എനിക്ക് വലിയ മനോവേദനയോടുകൂടി ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്നു. കർത്താവേ, എനിക്കൊരു ഉത്തരം തരണേ കർത്താവേ, എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ കർത്താവേ. ഇത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം പോവാണ്, എനിക്കൊന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ബലം പോവാണ്. എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞൊക്കെ എൻ്റെ തലയിൽ വരികയാണ്. അന്ന് ദൈവമായ കർത്താവ് ഒരു ഉപമയിലൂടെ എന്നോട് സംസാരിച്ചു. ആ ഉപമ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഉള്ളിൽ വരുന്ന പ്രേരണകളാണ് ഞാൻ പറയുന്നത്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഗവൺമെന്റ് കൊടുക്കുന്ന സംരക്ഷണമാണോ ജില്ലാ കളക്ടറിനുള്ളത്? ആണോ? അല്ല. ജില്ലാ കളക്ടറിന് ഗവൺമെന്റ് കൊടുക്കുന്ന സംരക്ഷണമാണോ മുഖ്യമന്ത്രിക്കുള്ളത്? അല്ല. മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന സംരക്ഷണമാണോ പ്രധാനമന്ത്രിക്കുള്ളത്? അല്ല. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഓരോരുത്തരുടെയും ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യ പ്രവർത്തനത്തിൻ്റെ നിലവാരമനുസരിച്ച്, ഗ്രേഡ് അനുസരിച്ച് അവർക്ക് നൽകപ്പെടുന്ന സംരക്ഷണത്തിൻ്റെ റേഞ്ചും മാറും. കർത്താവ് പറയുകയാണ്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടുന്ന സംരക്ഷണമല്ല കേരള മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത്. അപ്പൊ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഹയർ ദ ഗ്രേഡ്, ഹയർ ദ പ്രൊട്ടക്ഷൻ, ഹയർ ദ ഗ്രേഡ്,
ഹയർ ദ പ്രൊട്ടക്ഷൻ. ദൈവമായ കർത്താവ് വ്യക്തമായിട്ട് ആ ഉപമയിലൂടെ എങ്ങനെ സംസാരിച്ചു? നീ ഒരാത്മാവിനെ നേടാൻ വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഡാനിയേൽ, നിന്റെ സംരക്ഷണത്തിന് ഞാൻ നിയോഗിക്കുന്നത് ഒരു മാലാഖയാണെങ്കിൽ, നീ 1,00,000 ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ നിന്റെ സംരക്ഷണത്തിന് ഞാൻ നിയോഗിക്കാൻ പോകുന്നത് 1,00,000 മാലാഖമാരെ ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ബോധ്യം എനിക്ക് കിട്ടിയതോടുകൂടി, അതായത് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമ്മൾ കൂടുതൽ കാര്യം ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ സംരക്ഷണം ദൈവം നമുക്ക് തരുമെന്ന ബോധ്യം എനിക്ക് കിട്ടിയതോടുകൂടി എൻ്റെ ഉള്ളിലെ ഭയം സമ്പൂർണമായി വിട്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. സമ്പൂർണമായിട്ട് വിട്ടുപോയി. ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വന്നു. ഒരുപാട് ആളുകളുണ്ടേ, ഒത്തിരി ആളുകൾ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവരെ പ്രാർത്ഥിക്കട്ടെ ചോദിച്ചു, ഇതുങ്ങളെ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരെ നന്നായിട്ട് ഒരുക്കി കുമ്പസാരിപ്പിച്ച് ഇവരുടെ പാപമെല്ലാം ഏറ്റുപറയിപ്പിച്ച് ഇവർ ഈ മന്ത്രവാദമെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ അവരുടെ തലേ കൈവക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം അച്ഛാന്ന് പറഞ്ഞു. പ്രശ്നമാണെന്ന് പറഞ്ഞു. ശരിയായിരിക്കും, അച്ഛൻ്റെ ഒരു പ്രായോഗിക ജ്ഞാനത്തിൽ നിന്ന് അച്ഛൻ പറയുന്നതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവങ്ങൾ വന്ന് നിൽക്കുകയല്ലേ, ഇനി ഇതുങ്ങളെ കുമ്പസാരിപ്പിച്ച് ഇവരെ ഇതെല്ലാം ചെയ്തിട്ട് എപ്പോൾ പ്രാർത്ഥിക്കാനാണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഇത് ആഫ്രിക്ക, നമ്മൾ ഇന്ത്യ പോലല്ല, ഇത് ഒത്തിരി പൈശാചിക പ്രവർത്തനമുള്ള രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് അവരെ നന്നായിട്ട് ഒരുക്കി എന്നിട്ടൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു നിമിഷം ഇങ്ങനെ, ദൈവമേ എന്നെ ചെയ്യണ്ടേ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ ധൈര്യം തന്നു. നീ എന്തിനു പേടിക്കുന്നേ? നീ എന്തിനു പേടിക്കുന്നത്? ഈ ജനം എത്ര കോടി പിശാചുകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിലും അതിനേക്കാളും വലുതാണ് ഇപ്പോൾ വചനം പ്രസംഗിക്കാൻ നീ കയറി നിൽക്കുമ്പോൾ നിന്റെ മേൽ ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ്. പിന്നെ നീ എന്തിനു പേടിക്കുന്നത്? ഞാൻ അവിടെയുള്ള 100 കണക്കിന് ആളുകളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു വന്നു. അനേകം പേരെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയാം, എനിക്ക് ആ പേടി അങ്ങ് പോയി. മനസ്സിലായി? ദൈവശുശ്രൂഷ ചെയ്യാനുള്ള ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി. ആ ഭയം വിട്ടുപോയത് എങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവം നമുക്ക് വലിയ സംരക്ഷണം തന്നിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത് അബദ്ധം കാണിക്കണമെന്നല്ല, മണ്ടത്തരങ്ങൾ കാണിക്കണമെന്നുമല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന തെറ്റായ ബോധ്യങ്ങൾ തലേന്ന് പോകണം. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ വളരണം. അങ്ങനെ വിശ്വാസത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ വലിയൊരു വിശ്വാസം ഇപ്പോൾ നമുക്ക് തരികയാണ്. വലിയൊരു വിശ്വാസം എന്താണ്? നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മനോധൈര്യമുണ്ട്. വായിക്കാവോ? മനോധൈര്യം. അതല്ലേ വായിച്ചേ ഹെബ്രായർ 10:19 വായിക്കാം. ഹെബ്രായർ 10:19 വായിച്ചേ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അടുത്ത വാക്യം എന്തെന്നാൽ, തൻ്റെ ശരീരമാകുന്ന ബലിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇത് പഠനം കൂടിയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പഠിച്ചും പോകണം. വെറുതെ ഇങ്ങനെ കേട്ടിരുന്ന് പോകരുത്, പഠിച്ചും പോകണം. മനസ്സിലായോ? 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. റോമർ 10:9 2 കാര്യങ്ങൾ എന്തായിരുന്നത്? ഹൃദയത്തിൽ വിശ്വസിക്കുക. വെളിപാട് 12:11 2 കാര്യം പറഞ്ഞായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം. അത് വ്യാഖ്യാനിക്കാനാണ് ഹെബ്രായർ 10 ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹെബ്രായർ 10 ഇങ്ങോട്ട് നോക്കുക. ഹെബ്രായർ 10 അപ്പസ്തലൻ പറയുകയാണ്, ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നമുക്ക് നല്ല മനോധൈര്യമുണ്ട്. കാരണം നമുക്ക് ധൈര്യമുണ്ട്. എന്താ കാരണം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ സ്വർഗത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ സ്വർഗത്തിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോസ്തലനായ പൗലോസ് ഈ വലിയൊരു പ്രയാസത്തിൽ എത്തിപ്പെട്ട സമയത്ത് എഴുതിയ ചില വചനങ്ങളുണ്ട്. അദ്ദേഹം വലിയൊരു പ്രയാസത്തിൽ എത്തിപ്പെട്ട സമയത്ത് എഴുതിയ ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ഞാൻ പറയാം, നിങ്ങളൊന്ന് കേട്ടാൽ മതി. ആ വചനങ്ങൾ ഞാൻ പറയാം. റോമർ 8:31 മുതലാണ് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ കൂടെ പറഞ്ഞോ.
ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക്? എന്തോ വലിയ ഒരു കൊടിയ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പസ്തലൻ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ഒരു ഉറപ്പ്, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു ഉറപ്പ് അദ്ദേഹം പറയുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി പുത്രനെ ഏൽപ്പിച്ച് തന്നവൻ പുത്രനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അദ്ദേഹം പറയുകയാണ്, എനിക്ക് വലിയൊരു ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് വലിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് എന്താന്ന് വെച്ചാൽ, എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ, പുത്രനെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം തരാമെന്ന് പറയാതെ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ പോലും മാറ്റി നിർത്താതെ, ഒഴിവാക്കാതെ, നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലിയാക്കി മാറ്റി നമുക്ക് തന്ന ആ ദൈവം, ആ പിതാവ് പുത്രനെ തന്നതിനോടൊപ്പം നമുക്ക് ബാക്കി എല്ലാം തരാതിരിക്കുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്. ശ്രദ്ധിച്ചു കേൾക്കണേ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി അത് കൂടാതെ എനിക്ക് വേറൊരു ധൈര്യമുണ്ട്. എന്താണ്? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം? ഒന്ന് ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി പുത്രനെ പോലും മാറ്റിവെക്കാതെ പുത്രനെ പോലും എനിക്ക് തന്നതാണ്. അതാണ് ഒരു ധൈര്യം. രണ്ടാമത്തെ അദ്ദേഹം പറയുകയാണ്, അതുകൂടാതെ ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? അദ്ദേഹം പറയാണ്, എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്, അപ്പൊ ആ തെരഞ്ഞെടുത്ത എൻ്റെ മേൽ ആര് കുറ്റം ആരോപിക്കും? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒത്തിരി പാപമുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരുപാട് പോരായ്മയുണ്ട്, പക്ഷെ എന്നെ നീതീകരിക്കുന്നത് ആരാണ്? ദൈവമാണ്. എനിക്ക് പാപമുണ്ട്, എനിക്ക് കുറവൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ഒരു വാദത്തിന് വേണ്ടി പറയുകയാണ്, ദൈവം എൻ്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കും. പൗലോസ് അപ്പോസ്തലൻ, നമുക്കാണെങ്കിൽ പാപമുണ്ട്, അദ്ദേഹം പാപമുണ്ടെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം വലിയ വിശുദ്ധനായിട്ടാണ് ഈ പാപമുണ്ടെന്ന് പറയുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലനെ ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. നമ്മളെയല്ല, നമ്മുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനെ ദൈവം അദ്ദേഹത്തിൻ്റെ കുറവുകൾക്ക് ശിക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചോ. അദ്ദേഹം പറയാണ്, എന്നെ നീതീകരിക്കുന്ന ആരാണ്? ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി ആരാണ് ശിക്ഷാവിധി നടത്താൻ പോണത്? ഞാൻ ഈ കോർട്ടിൽ പോയി നിൽക്കുമ്പോൾ ആരുടെ മുമ്പിൽ ഞാൻ നിൽക്കണ്ട? അദ്ദേഹം പറയുന്നത് എങ്ങനെയെന്നറിയാമോ? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ഇനി ശിക്ഷിക്കുകയാണെന്ന് വെച്ചോ. ആരാണ് ശിക്ഷാവിധി നടത്തുക? എനിക്ക് വേണ്ടി മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നെ ശിക്ഷിക്കാൻ പോണത്. നിങ്ങൾക്ക് പിടികിട്ടിയോ? ആ ലോജിക്ക് പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് ശരിക്കും പലർക്കും മനസ്സിലായിട്ടില്ലത്. അദ്ദേഹം പറയണ, ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ആരാ ശിക്ഷിക്കാൻ പോണേ? മരിച്ചവൻ, എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി എനിക്ക് പകരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതും പോരാഞ്ഞിട്ട് അവിടെ ഇരുന്ന് പിന്നെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വായിച്ചുകൊണ്ടിരിക്കുന്ന യേശുവാണ് എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്. എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പിടിയിട്ടുന്നുണ്ടോ? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം അവയിലെല്ലാം വിജയം വരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇതാണ് മനോധൈര്യം, വിശ്വാസിയുടെ മനോധൈര്യം. ഹൃദയത്തിൽ വലിയ ഒരു ഉറപ്പുണ്ട്, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഈ കടം വന്നെന്ന് കരുതി ദൈവം കൈവിട്ടിട്ടില്ല, ഇപ്പൊ ഈ രോഗം വന്നെന്ന് കരുതി ദൈവം കൈവിട്ടിട്ടില്ല. പുത്രനെ പോലും ഒഴിവാക്കാതെ പുത്രനെ തന്നവൻ എനിക്കിത് തരാതിരിക്കുമോ? പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ആ ലൈൻ ഓഫ് ആർഗ്യുമെന്റ് ആണ് ഈ ഹെബ്രായർ 10 നമ്മൾ കാണുന്നത്. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. പറഞ്ഞേ, എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. പറഞ്ഞേ, എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. ഇനി ഈ ഹെബ്രായ ലേഖനത്തിൽ ഒരു പഠനം കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി ഈ ഹെബ്രായ ലേഖനത്തിൽ പുരോഹിതന്റെ 2 ദൗത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതന്റെ 2 ദൗത്യങ്ങൾ.
പുരോഹിതന് 2 ഡ്യൂട്ടീസാണുള്ളത്. മഹാപുരോഹിതന് എന്തൊക്കെയാണ് 2 ഡ്യൂട്ടീസ്? ഒന്ന്, ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുക. പുരോഹിതൻ്റെ ഒന്നാമത്തെ ജോലി. പ്രധാന പുരോഹിതൻ്റെ, മഹാപുരോഹിതൻ്റെ ഒന്നാമത്തെ ജോലി ഹെബ്രായ ലേഖനം അനുസരിച്ച് ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. ഇതാണ് പുരോഹിതൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചോ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം. അതിൽ അതല്ല ഇത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. കണ്ടോ? അപ്പോൾ പുരോഹിതന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി ഹെബ്രായ ലേഖനം അനുസരിച്ച് പറയൂ. ഒന്നാമത്തെ ഡ്യൂട്ടി പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. എന്നെല്ലാം 2 കാര്യങ്ങളാണ് അല്ലേ? റോമർ 10:9 2 എന്തായിരുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. വെളിപാട് 12:11 2 എന്തായിരുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം, സാക്ഷ്യത്തിൻ്റെ വചനം. ഇനി ഇതാ ഇവിടെ പറയുകയാണ്, ഹെബ്രായ ലേഖനത്തെ പറയുകയാണ്, പുരോഹിതന് 2 ഡ്യൂട്ടിയാണുള്ളത്. ഒന്നാമത്തെ ഡ്യൂട്ടി ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. ഇനി വളരെ ശ്രദ്ധിച്ചാലേ രണ്ടാമത്തെ മനസ്സിലാവത്തുള്ളൂ. നന്നായി ശ്രദ്ധിച്ചാലേ രണ്ടാമത്തെ മനസ്സിലാവത്തുള്ളൂ. രണ്ടാമത്തേത് ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. ജനത്തിന് പകരമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. പുരോഹിതന്റെ രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അതെവിടെയാണ് നമ്മൾ കാണുന്നതെന്നറിയാമോ? ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അത് കാണാൻ പറ്റും. ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കൂ. അവിടുന്ന് വീണ്ടും പറയുന്നു, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. കണ്ടോ? പുരോഹിതന്റെ ഡ്യൂട്ടി പറയാൻ പോകണം. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. അടുത്ത വാക്യം, തൻ്റെ ഐഹിക ജീവിത കാലത്ത് ക്രിസ്തു. കണ്ടോ? പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു, അടുത്ത വായിച്ചേ, മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ആരെ രക്ഷിക്കാനാണെന്നാണ് ഇവിടെ വായിച്ചത്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അപ്പൊ ആരെ രക്ഷിക്കാനാണ് പ്രാർത്ഥിച്ചത്? ഈ വചനം അനുസരിച്ച് ആരെ രക്ഷിക്കാനാണ്? നിങ്ങൾ ബംഗാളികൾ വല്ലതും ആണോ? തന്നെ, അങ്ങനെ ആ വാക്കങ്ങ് പറഞ്ഞാൽ പോരെ. അവിടെ കൊടുക്കുന്ന തന്നെ എന്നല്ലേ? തന്നെ അല്ലെ? തിരുവനന്തപുരംകാരുടെ തന്നെയല്ല, തന്നെ ആ തന്നെയല്ല, ഇത് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ അല്ലെ? തന്നെ. അപ്പോ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് മരണത്തിൽ നിന്ന് ആരെ രക്ഷിക്കാൻ? തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ. അപ്പൊ ക്രിസ്തു മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിവുള്ള പിതാവിൻ്റെ മുമ്പിൽ വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടെ എന്ത് സമർപ്പിച്ചു? പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. വളരെ ശ്രദ്ധിച്ച് വായിച്ചാലേ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടോ കേട്ടില്ലയോ? ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? തന്നെ രക്ഷിക്കണം. എവിടുന്ന് രക്ഷിക്കണം? മരണത്തിൽ നിന്ന്. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വളരെ ശ്രദ്ധിച്ചോണം, കോംപ്ലിക്കേറ്റഡായ വാക്യമാണ്. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കേട്ടോ കേട്ടില്ലയോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടെന്നല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ. ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ. ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചിട്ടല്ലേ ഉയർത്തെഴുന്നേറ്റെ? മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണേ. അകന്നു പോയോ? പക്ഷെ ഇവിടെ പോയെന്നാ പറയുന്നത്. ഇവിടെ ആ പ്രാർത്ഥന കേട്ടെന്നല്ലേ പറഞ്ഞേ? പ്രാർത്ഥന കേട്ടെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? ആണോ?
രക്ഷിച്ചു എന്നല്ലേ അർത്ഥം. ആത്മീയ മരണം ഇല്ല ദൈവത്തിന്. ഉണ്ടോ? ദൈവത്തിന് ഇവിടെ ആത്മീയ മരണം. അപ്പൊ ഈ വാക്യം അനുസരിച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കൺഫ്യൂസിങ് ആണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോ മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കേട്ടു. അതിൻ്റെ അർത്ഥം അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പം വായിക്കുന്നത് നമുക്കറിയാം, ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ക്രിസ്തുവിനെ രക്ഷിക്കണേന്നല്ല. അപ്പം അത് വ്യക്തമാണെങ്കിൽ ക്രിസ്തു ആരായിട്ടാണ് പ്രാർത്ഥിച്ചത്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം. അത് വായിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അവിടുന്ന് വീണ്ടും പറയുന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. അപ്പൊ അതായത് ക്രിസ്തു അപ്പോൾ പ്രാർത്ഥിച്ചത് ക്രിസ്തു എന്ന വ്യക്തിയായിട്ടല്ല, പിന്നെ ആരായിട്ടാണ്? പുരോഹിതനായിട്ടാണ്. പുരോഹിതൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് തന്നെ രക്ഷിക്കണേ എന്നല്ല, താൻ ആരുടെ സ്ഥാനത്ത് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച്. അതെന്തെന്നറിയാം? താൻ ആരുടെ സ്ഥാനത്താണോ നിൽക്കുന്നത് അവരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പ്രധാന പുരോഹിതന്റെ രണ്ടാമത്തെ ദൗത്യം ഇതാണ്. താൻ ആരുടെ പ്രതിനിധിയായി നിൽക്കുന്നോ ആ ജനത്തിനു വേണ്ടി നിരന്തരമായി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഹെബ്രായർ 10 ഇത്തിരി കട്ടിയാവുന്നുണ്ടോ? 5-ാമത്തെ ദിവസമല്ലേ, ഇത്തിരി കട്ടിയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ ഈ ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതാണ് പറയുന്ന അർത്ഥം. 10-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. ദൈവഭവനത്തിന് മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഇനി എന്നെ നോക്കിയേ. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? മനോധൈര്യം ഉണ്ട്. മനോധൈര്യം ഉണ്ട്. നമുക്ക് മനസ്സിന് ഭയങ്കര ധൈര്യമുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിന് വലിയ ധൈര്യമുണ്ട് നമുക്ക്. ഉദാഹരണത്തിന്, സർവാധിപനാം കർത്താവേ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി വിശ്വാസത്തോടെ പറയുന്ന ഒരുവന് വലിയ ധൈര്യമുണ്ട്. സർവാധിപനായ കർത്താവ്. നിങ്ങളുടെ ബോസ് നിങ്ങളെ ഞെരുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മേലധികാരി നിങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സുപ്പീരിയർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തെ മേലധികാരി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ, നിങ്ങളെ കുറേ ആളുകൾ ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതവും നാശവും കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറേ പേര് നിങ്ങൾക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, അവിടെ ഒരു മനുഷ്യന് ഈ ബോധ്യമുണ്ട്, വിശ്വാസിക്ക്, സർവാധിപനായ കർത്താവ്. ഞാൻ എൻ്റെ പ്രയർ റൂമിൽ 3 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന, ഈശോയുടെ പടത്തിൻ്റെ താഴെ 3 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് സർവാധിപൻ, രണ്ടാമത്തെ വാക്ക് സർവശക്തൻ, മൂന്നാമത്തെ വാക്ക് അത്യുന്നതൻ. എനിക്ക് ജീവിക്കാൻ അത്രയും മതി. എനിക്ക് പേടിയില്ലാതെ ജീവിക്കാൻ ഈ 3 കാര്യം മതി. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഇത് 3 നിങ്ങളുടെ കുർബാനയിലുണ്ട്. ഉണ്ടോ? സർവാധിപനാം കർത്താവേ ഒന്ന് പാടാവോ? സർവാധിപനാം കർത്താവേ പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായോ? ഈ പ്രഖ്യാപനം നമ്മൾ ആരാധനാക്രമത്തിലാണ് നടത്തുന്നത്. എന്ത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ഒരു പ്രഖ്യാപനം, ഞാൻ സാമ്പിള് മാത്രമേ പറയൂ. ഒരു പ്രഖ്യാപനമാണ്, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ആരാണ്? സർവാധിപൻ. സർവാധിപൻ. നിങ്ങൾ മനസ്സ് മടുത്ത്, നിരാശയുടെ അടിത്തട്ടിൽ മനസ്സ് മടുത്താണ് പള്ളി ചെല്ലുന്നത്. പള്ളി ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ പാടുകയാണ്, സർവാധിപനാം കർത്താവേ. സർവാധിപൻ. രണ്ടാമത്തെ വാക്ക് സർവശക്തൻ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കേ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കേ. തുടങ്ങുന്നത് എങ്ങനെ? സർവശക്തനായ പിതാവും. കണ്ടോ? രണ്ടാമത്തെ വാക്ക് സർവശക്തൻ. സർവശക്തൻ, സർവശക്തൻ. മൂന്നാമത്തെ വാക്ക് അത്യുന്നതൻ. മോസ്റ്റ് ഹൈ ലോർഡ്. മോസ്റ്റ് ഹൈ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ആധിപത്യങ്ങൾക്കും അധികാരത്തിനും
മുകളിൽ നിൽക്കുന്നവൻ, അത്യുന്നതൻ, അതിനും മുകളിൽ, അത്യുന്നതൻ, അതിനും ഉന്നതത്തിൽ, അല്ലെ? പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അതുക്കും മേലെ, അത്യുന്നതൻ. പറഞ്ഞേ ഹല്ലേലൂയ. അത്യുന്നതൻ, അത്യുന്നതൻ, അത്യുന്നതൻ. അത് എത്രയോ തവണ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. അത്യുന്നതൻ, അത്യുന്നതൻ, മോസ്റ്റ് ഹൈ. ആ 3 വാക്കുകൾ പറയുക. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? മനോധൈര്യം. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നോക്കണ്ട. യോഹന്നാൻ നിങ്ങൾ നോക്കിയാലും ഞാൻ പറയുന്നത് കാണത്തില്ല അവിടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജനങ്ങളെ പുൽത്തകിടിയിൽ ഇരുത്താൻ ആവശ്യപ്പെട്ടു. ആര്? ഈശോ. 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ജനങ്ങളെ എവിടെ ഇരുത്താൻ പറഞ്ഞു? പുൽത്തകിടിയിൽ ഇരുത്താൻ പറഞ്ഞു. ഈ പുൽത്തകിടിയിൽ ഇരുത്താൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഈ 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. അപ്പൊ അതുകൊണ്ട് പുൽത്തകിടിയിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ, ഈ സങ്കീർത്തനം വായിച്ച് പരിചയമുള്ള യോഹന്നാന്റെ മനസ്സിൽ യോഹന്നാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്. അവിടുന്ന് പുൽത്തകിടിയിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ നല്ല ശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട്, സമാധാനത്തോടെ, വിശ്രമത്തോടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഇനി ഇതാണ് അവിടുത്തെ അർത്ഥമെന്ന് സാധൂകരിക്കുന്ന വേറൊരു സൂചന ഈ 6-ാം അധ്യായത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ, അവരെ ഇരുത്തി എന്ന് പറയുമ്പോൾ അവരോട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടു. അല്ലെ, ഇരുത്തി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്ക് മലയാളത്തിൽ ഇരുത്തി എന്നാണ്, ഇംഗ്ലീഷിൽ സിറ്റ് എന്ന് പറയുന്ന വാക്കല്ലേ, സിറ്റ്. അതല്ലേ ഇരിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും തർജ്ജമ ചെയ്താൽ ഇരിക്കുക എന്നല്ല, ചാരി ഇരിക്കുക എന്നാണ്. റിക്ലൈൻ എന്ന് പറയുന്ന വാക്ക്. റിക്ലൈനർ ചെയർ, ചാരുന്ന കസേര. മനസ്സിലായി? ഇങ്ങനെ സ്വിച്ച് നിൽക്കുമ്പോൾ പുറകോട്ട് ഇങ്ങനെ ചാരി 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 പോകുന്ന ഓർമ്മയില്ലേ? റിക്ലൈനർ. സിറ്റല്ല, റിക്ലൈനാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ വളരെ ബോധപൂർവം കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇരിക്കുക എന്നല്ല, സുഖമായിട്ട് ചാരി ഇരിക്കുക എന്നാണ്. അത് പെസഹ ഭക്ഷണത്തിന് യഹൂദൻ ഇരിക്കുന്ന ശരീരഭാഷയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ യോഹന്നാൻ അവന്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് മനസ്സിലായി? നിങ്ങൾ ചിന്തിച്ചിട്ട് ഇവനെ ഇങ്ങനെ ചാരി കിടക്കുന്നത്, അതായിരുന്നു പെസഹ ഭക്ഷിക്കുന്ന ബോഡി ലാംഗ്വേജ്. പെസഹ ഭക്ഷിക്കുമ്പോൾ അങ്ങനെ ചാരി നല്ല 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 എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്നത്. അതാരാ പറഞ്ഞേ? നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്നത് പെസഹ ഭക്ഷിക്കുന്ന സമയത്ത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ചാരി ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ യോഹന്നാൻ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇരുന്നു എന്നല്ല, നല്ല റിലാക്സ്ഡ് ആയിട്ട് ചാരി ഇരുന്നു. പുൽത്തകിടിയിൽ നല്ല വിശാലമായിട്ട് അവരെ ചാരി ഇരുത്തി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കി, കർത്താവേ എന്തിനായിരിക്കും ഈ വാക്ക് ഉപയോഗിച്ചേ? കുർബാനയ്ക്ക് വന്നിരിക്കുന്ന ഒരാള് ഇങ്ങനെ വെപ്രാളപ്പെട്ട്, വേവലാതിപ്പെട്ട്, വ്യഗ്രതപ്പെട്ട് ഇരിക്കുന്നു എന്നല്ല, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു എന്ന വാക്കാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. കുർബാനയ്ക്ക് ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നത്? നല്ല റിലാക്സ്ഡ് ആയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനങ്ങനെ ആലോചിച്ച് നോക്കി, കർത്താവ് എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണെന്നറിയാമോ? കുർബാനയ്ക്ക് നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും നിങ്ങളതിൻ്റെ മർമ്മമറിഞ്ഞ് ചൊല്ലിയാൽ നിങ്ങൾ ഇരിക്കാൻ പോകുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ഭാരം, ഭയം, ഉത്കണ്ഠ, നിരാശ, അസ്വസ്ഥത, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ബുദ്ധിമുട്ടേറിയ ഓർമ്മകൾ എല്ലാം എടുത്തു മാറ്റുന്ന ഒരു ലാഘവത്വം, ഒരു കാഷ്വൽ ഫീലിംഗ്, ഒരു വളരെ റിലാക്സ്ഡായ, വളരെ സ്വതന്ത്രമായ ഒരു മനോനിലപാട്, ശാരീരികാവസ്ഥ ഇത് നമുക്ക് തരും പരിശുദ്ധ കുർബാന. കാരണം എന്താണെന്നറിയാമോ? അവിടെ നമുക്ക് വലിയൊരു ധൈര്യം കിട്ടുകയാണ്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അതായത് പാട്ട് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ പറയാം. അപ്പം എന്താണ്
രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. മനസ്സിലായോ? ഇതാണ് സംഭവം. ഒന്നുകൂടെ പഠിക്കാത്. എന്തായിരുന്നു പാട്ട്? നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരാള് ഉള്ളിൽ ഈ ആഴമറിഞ്ഞാണ് പാടുന്നതെങ്കിൽ അയാൾ റിലാക്സ്ഡ് ആവും, അയാൾ റിക്ലൈൻ ചെയ്യും, അയാളുടെ ഭാരം പോവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ രാജാവായ ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഈ ലോക സമരങ്ങളിൽ പതറിപ്പോവുകയോ പരാജയപ്പെടുകയോ താഴെ വീണുടയുകയോ ചെയ്യുകയില്ല എന്നൊരു വ്യക്തി സ്വയം പ്രഖ്യാപിക്കുന്ന ഈ വിശ്വാസ പ്രഘോഷണം ഒരാൾ ആഴമറിഞ്ഞും അർത്ഥമറിഞ്ഞുമാണ് നിർവഹിക്കുന്നതെങ്കിൽ അയാൾക്ക് കൈവരുന്ന മനോഭാവമാണ് ഈ ലാഘവത്വം, ഈ ഭാരമില്ലായ്മ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്കൊരു പുരോഹിതനുണ്ട്, എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച, എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? ഇതാണ് ലത്തീൻ കുർബാനയിൽ പറയുന്നത്, ദ ലോർഡ് ബി വിത്ത് യു. കർത്താവ് നിങ്ങളോട് കൂടെ, കർത്താവ് നിങ്ങളോട് കൂടെ. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ച്. കർത്താവ് നിങ്ങളോട് കൂടെ. നിങ്ങളിന്ന് മലങ്കര കുർബാന വല്ലതും മനസ്സിലായോ എന്തോ? കുറച്ചൊക്കെ മനസ്സിലായോ? കൊഞ്ചം മനസ്സിലായി. അതിനകത്ത് ഒരു ഭാഗത്തെത്തുമ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കും, തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് ഇതാ നമ്മോട് കൂടെ, നമ്മോട് കൂടെ. തൻ്റെ പീഡാനുഭവത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിരുന്നതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായൊരു ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഒരിക്കൽ ധ്യാനകേന്ദ്രത്തിൽ ഒരു ശനിയാഴ്ച ദിവസം കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 13 നിന്ന് 2 വാക്യങ്ങൾ എടുത്തു. ഒന്നാമത്തെ വാക്യം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഒന്നാമത്തെ വാക്യം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. രണ്ടാമത്തെ വാക്യം, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. മൂന്നാമത്തേത്, അത്താഴ സമയത്ത്. അങ്ങനെയാണ് അടുത്ത വാക്യം തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശു 2 സമ്മർദ്ദങ്ങളുടെ നടുവിലായിരുന്നു. യേശു 2 സമ്മർദ്ദങ്ങളുടെ നടുവിലായിരുന്നു. ഒന്ന്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ യേശുവിനെ മുകളിൽ നിന്ന് വലിയ ഒരു ശക്തി മുകളിലേക്ക് പിടിക്കുന്നുണ്ട്. അതാണ് പിതാവ്. പിതാവിനടുത്തേക്ക് പോകണം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. പിതാവുമായി സത്തയിൽ ഏകനായിരുന്ന പുത്രൻ അവൻ്റെ ദൈവ സ്വഭാവം വേണ്ടെന്ന് വെച്ച്, അല്ലെ ദൈവമായിരുന്ന ആ സ്ഥാനം ഉപേക്ഷിച്ച് പൂർണ്ണ മനുഷ്യനായിട്ട് മാറി. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ മനുഷ്യനായി. ദൈവമാണ്, പക്ഷെ അതേസമയം മനുഷ്യനുമാണ്. മനുഷ്യൻ്റെ പരിമിതി, മനുഷ്യൻ്റെ വിശപ്പ്, ക്ഷീണം, ദാഹം, മനുഷ്യന് ടൈം ആൻഡ് സ്പേസിൻ്റെ ലിമിറ്റേഷൻ, ഇതെല്ലാം യേശുവിനുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് അവൻ മനുഷ്യൻ്റെ വേദനകളിൽ പങ്കുചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്. ആ ദൈവത്വത്തിൻ്റെ സമ്പൂർണതയിലേക്ക് അവൻ വീണ്ടും സ്വർഗാരോഹണം ചെയ്യാൻ
അവൻ പിതാവ് യേശുവിനെ വിളിക്കുന്നുണ്ട്. ഞാൻ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയാണ്, എ പുൾ അപ്വേർഡ്, മേളിലേക്കൊരു പിടിയുണ്ട് യേശുവിന്. പിതാവ് വിളിക്കുകയാണ്, സമയമായി, രക്ഷാകര കൃത്യം പൂർത്തിയായി, പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി. യേശുവിനെ മേളിലോട്ടൊരു പിടി. അടുത്ത വാക്യം, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. താഴോട്ട് വേറൊരു പിടിയുണ്ട്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു 3-4 ദിവസം ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അവിടുന്ന് പോകുമ്പം നമുക്കും വിഷമമാണ്, അവർക്കും വിഷമമാണ്. മനസ്സിലായി? ഈ ജോൺ ബോളൊക്കെ എൻ്റെ അടുത്ത് ദുബായിൽ നിന്ന് വന്ന് എൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് ദുബായിക്ക് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോണേ. ഞാൻ പിന്നെ ഒരു കഠിനഹൃദയനായതുകൊണ്ട് കരയത്തില്ല. ഇവ എയർപോർട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് കരയും. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ഈ കൊള്ളരുതാത്ത മനുഷ്യരുടെ സ്നേഹത്തിന് പോലും ഇങ്ങനെ ഒരു വിഷമമുണ്ട്. ഈ പോകുമ്പോൾ വിഷമമുണ്ട്. ഇപ്പം നിങ്ങളെ ഇട്ടിട്ട് ഇന്ന് പോകുമ്പോൾ എന്നാ വിഷമമായിരിക്കുന്നറിയാം എനിക്ക്. ഞാൻ തിരുവനന്തപുരം വരെ ഇന്ന് കരയും. അതായത് നിങ്ങൾ ഇത്രയും നല്ല നിങ്ങളെ ഇട്ടിട്ട് എനിക്ക് പോകേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ട്. നിങ്ങളും കരയുമോ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ചേച്ചി അത് പറഞ്ഞതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്തു ആവട്ടെ, കൊള്ളരുതാത്ത മനുഷ്യരായി നമ്മൾ പോലും ഈ മനുഷ്യരോടൊക്കെ ഇടപഴകി യാത്ര പറയുമ്പോൾ കരയും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യനെയും വേറൊരാൾ സ്നേഹിക്കുന്നതിനേക്കാൾ, ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ആഴത്തിലും അഗാധതയിലും നേരിലും സത്യസന്ധതയിലും സ്നേഹിച്ച ആളാണ് യേശു. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. ഈ ലോകത്തൊരാൾ പോലും സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായി സ്നേഹിച്ച ആളാണ് യേശു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് യേശു അറിഞ്ഞു. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ. താഴോട്ടൊരു പിടിയുണ്ട്. ആരെ പിടിക്കുന്നറിയാം? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, എല്ലാവരും താഴോട്ട് പിടിക്കുന്നുണ്ട്. അയ്യോ ഈശോ പോവല്ലേ, അയ്യോ ഈശോ പോവല്ലേ. ഭയങ്കര പ്രയാസമായിരുന്നു അവർക്ക്. ഈശോ പോവാണ്. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എ പുൾ ഡൗൺവേർഡ്. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക ധ്യാനകേന്ദ്രത്തിൽ വെച്ച്. ഞാൻ എപ്പോൾ കുർബാനയെക്കുറിച്ച് പറഞ്ഞാലും കണ്ണ് നിറഞ്ഞത് കേൾക്കുന്ന ഒരു അച്ഛനുണ്ട് ഞങ്ങൾക്ക് ധ്യാനകേന്ദ്രത്തിൽ. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും കുർബാനയെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛന് ഫീൽ ചെയ്യും പെട്ടെന്ന്. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒരേ സമയം പിതാവ് അങ്ങോട്ട് പിടിക്കുന്നു, അപ്പസ്തോലന്മാർ താഴോട്ട് പിടിക്കുന്നു. ഈ 2 സമ്മർദ്ദങ്ങളുടെ നടുവിലായിരുന്നു യേശു. പിതാവിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്യണം, ഈ പിള്ളേരെ വിട്ട് കളയാനും വയ്യ. അതുകൊണ്ട് ഈ 2 സമ്മർദ്ദങ്ങളെ ഒരുപോലെ അതിജീവിക്കാൻ യേശു കണ്ടെത്തിയ വഴിയായിരുന്നു പരിശുദ്ധ കുർബാന. ഒരേ സമയത്ത് അപ്പൻ്റെ മടിയിലും അതേ സമയത്ത് പത്രോസിൻ്റെ അകത്തും. ഒരേ സമയത്ത് പിതാവിൻ്റെ വലതുഭാഗത്തും അതേ സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്തും ശാരീരികമായി സന്നിഹിതനാവാൻ, ഫിസിക്കലി ശാരീരികമായി സന്നിഹിതനാവാൻ യേശു കണ്ടെത്തിയ ഉപായമായിരുന്നു കുർബാന. ഞാനിത് പറയുമ്പോൾ ഈ അച്ഛൻ അവിടെ ഇരുന്ന് ഏങ്ങലടിച്ച് കരയുന്നത് ഞാൻ കണ്ടു. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന ഗ്രാവിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഒരു കാര്യം തന്നെ ആത്മാവിൽ വളരെ അഗാധതയിൽ ബോധ്യങ്ങളുള്ള ഒരാൾ കേൾക്കുമ്പോൾ അയാളുടെ റേഞ്ച് വേറെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് വേറെ ഒരു സാധാരണക്കാരൻ ജഡത്തിൽ ജീവിക്കുന്ന ഒരാൾ കേൾക്കുന്ന പോലല്ല ആത്മാവിൽ ജീവിക്കുന്ന ഒരാൾ ആത്മീയ കാര്യങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ ഈ കാട്ടിൽ പോവും. കാട്ടിൽ നമ്മുടെ നല്ല തണ്ണി കാട്ടിൽ 3 സഹോദരന്മാർ ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാട്ടിൽ ആ ബ്രദേഴ്സിനെ കാണാൻ ഇടയ്ക്ക് പോകുമ്പോൾ അവരെന്നോട് പറയും, അച്ഛാ ഞങ്ങളോട് വചനം പറയാൻ പറയും. അപ്പം ഞാൻ ഇങ്ങനെ വചനം എടുത്ത് ഓരോ വചനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ വചനം പറഞ്ഞു തുടങ്ങുന്നത് മുതൽ ഇവർ 3 പേരുടെയും കണ്ണിങ്ങനെ നിറഞ്ഞ് കുടുകുടാ കരയാൻ തുടങ്ങും. നമ്മൾ സാധാരണ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ആത്മാവിൽ ജീവിക്കുന്നവൻ ആത്മീയ കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഗ്രാവിറ്റി വ്യത്യാസമുണ്ട്. അത് ജഡത്തിലുള്ളവർ കേൾക്കുന്ന പോലല്ല. അപ്പം ഈ അച്ഛൻ ഈ ആത്മീയമായിട്ട് ഹൃദയം തുറക്കപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇത് കേട്ടിട്ട് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ശനിയാഴ്ചയാണ് ഞാനിത് പറയുന്നത്. ഞായറാഴ്ച ദിവസം എൻ്റെ അമ്മ
പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന് നമ്മുടെ അച്ഛൻ പള്ളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അച്ഛൻ തലേന്ന് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ കുർബാന ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ ഈ അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ അമ്മ അച്ഛൻ കരഞ്ഞ്? നിങ്ങൾ വല്ലതും വേദനിപ്പിച്ചു അച്ഛനെ? അവൻ എന്നോട് പറഞ്ഞ്, അറിഞ്ഞൂടാ മോനെ, എന്താണെന്ന് അറിഞ്ഞൂടാ, പള്ളിയിൽ കുറേ സമയത്തേക്ക് പ്രാർത്ഥനയെല്ലാം നിന്ന് എല്ലാവരും കരച്ചിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ നടന്നതെന്നറിയാൻ കൗതുകമായി. അന്ന് രാത്രിയിൽ ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്ന് എന്താ പള്ളിയിലുണ്ടായേ? അപ്പം അദ്ദേഹം ആ ഭക്ഷണവും സ്പൂണും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഡാനിയലേ, നമ്മുടെ കുർബാനയിൽ ഒരു പ്രാർത്ഥനയില്ലേ, തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മുടെ കൂടെ. ഇത് കരഞ്ഞിട്ട് 2 കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഇത് പറഞ്ഞിട്ട്. അച്ഛൻ പറയുകയാണ്, പിതാവ് നമ്മുടെ കൂടെ, പുത്രൻ നമ്മുടെ കൂടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എന്ന് ചൊല്ലിയപ്പോൾ ആദ്യത്തെ വരി ചൊല്ലിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയടാ, എൻ്റെ ചങ്ക് പൊട്ടിപ്പോയിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട, ദൈവമേ, പിതാവ് എൻ്റെ മുമ്പിൽ, പുത്രൻ എൻ്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ, എൻ്റെ കൂടെ. എനിക്കത് താങ്ങാൻ പറ്റാതെ എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ കരയാൻ തുടങ്ങി. ഡാനിയലേ, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ല, എനിക്കൊരു പ്രാർത്ഥനയും ചൊല്ലാൻ പറ്റുന്നില്ലടാ, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കുകയാണ് അടുത്ത പ്രാർത്ഥന. ആളുകൾ അത്ഭുതപ്പെടുകയാണ്, ഈ അച്ഛനെന്തിനാ കരയുന്നേ? അച്ഛൻ അടുത്ത പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ല, അച്ഛൻ കരയുകയാണ്. ജനം മുഴുവൻ പള്ളിയിൽ നിന്ന് കരയുകയാണ്. അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പുരോഗതിന് ദൈവം ഒരു ഭാഗ്യം കൊടുത്തു. ദൈവം എൻ്റെ കൂടെ എന്നതിൻ്റെ ഗ്രാവിറ്റി, എൻ്റെ കൂടെ എൻ്റെ ദൈവം, അത് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ചങ്ക് പൊട്ടിപ്പോയി. പിന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ പിന്നെ കുറേ ആഴ്ചകളിൽ അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ ഈ ഭാഗം എത്തുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങും. പല ആഴ്ചകളിലും ഞാൻ കയറി പ്രാർത്ഥന ചൊല്ലി കുർബാന തീർക്കാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ദൈവം എൻ്റെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം എൻ്റെ കൂടെ, എൻ്റെ കൂടെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. എന്നെഴുന്നേറ്റുന്നേ. വലിയൊരു ദിവ്യകാരുണ്യ അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു ദിവ്യകാരുണ്യ അഭിഷേകം. അതായത് 2 കണ്ണും. എനിക്കറിയാവുന്ന ഒരു സഹോദരി, എൻ്റെ ഒരു സ്നേഹിത, ഒരു വിദേശ രാജ്യത്താണ്. ചില ദിവസങ്ങളിൽ 12 കുർബാനയ്ക്ക് വരെ പോകും. ചില ദിവസങ്ങളിൽ 12 കുർബാനയ്ക്ക് വരെ പോകും. ഫ്രീ ഡേ ആണെങ്കിൽ ആ പള്ളിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുർബാനയാണ്. അവിടെ 12 കുർബാനയ്ക്ക് വരെ പോകും. പരിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ അങ്ങോട്ട് പോയി നിന്നാൽ ആ നിൽക്കുന്ന നിമിഷം മുതൽ 2 കണ്ണും ഇങ്ങനെ കുടുകുടാ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനീ കരയുന്നേ? എനിക്കറിഞ്ഞൂടാ അച്ഛാ, എനിക്കറിഞ്ഞൂടാ. എനിക്ക് അവിടെ കയറി നിൽക്കുമ്പോൾ തൊട്ട് കരച്ച് സങ്കടം. എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇഷ്ടം പോലെ പണവും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാ സന്തോഷവും ഉണ്ട്, ഒരു സങ്കടവും ഇല്ല. പിന്നെന്തിനീ കരയുന്നേ? അതറിഞ്ഞൂടാ. എനിക്ക് അവിടെ നിൽക്കുമ്പോൾ കരച്ചിട്ട് വരികയാണ്. മനസ്സിലുണ്ട്? ആത്മാവിൽ ചില ബോധ്യങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ അർപ്പണങ്ങളുടെ എല്ലാം നിലവാരം മാറും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തൊന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്ന്. ഈ ബോധ്യം, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, ശക്തി, കൃപ. എനിക്കൊരു പുരോഹിതനുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച, എനിക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന ഒരു പുരോഹിതൻ എനിക്കുണ്ട്. ആ പുരോഹിതൻ എനിക്ക് വേണ്ടി തൻ്റെ മുറിവുകൾ കാഴ്ചവെക്കുന്ന സമയമാണ് നമ്മുടെ കുർബാന അർപ്പണം. ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിക്ക്. ശക്തമായൊരു കൃപ രൂപപ്പെടട്ടെ, വലിയ ദൈവശക്തി രൂപപ്പെടട്ടെ, വലിയ ദൈവശക്തി ശക്തമായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് സ്തുതിച്ചേ, 2 കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചേ. ഓ ദൈവമേ, അത്ഭുതകരം വെളിപ്പെടണമേ, അത്ഭുത ശക്തി വെളിപ്പെടണമേ, ബോധ്യങ്ങൾ വ്യാപരിക്കണമേ, ദിവ്യകാരുണ്യത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ളൊരു അഭിഷേകം ദൈവമേ കൂടാരത്തിൽ ഇപ്പോൾ വ്യാപരിക്കണമേ. ഓരോ പ്രാർത്ഥനയും വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് ദൈവമേ, ബോധ്യങ്ങളാണ്, വിശ്വാസ പ്രഘോഷണങ്ങളാണ്.
ദൈവമേ, ഒരത്ഭുത കരം വെളിപ്പെടണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. കരങ്ങൾ ഉയർത്തി കൈയിടിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരികയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, എബ്രായർ 10:21. ഉച്ചത്തിൽ വലിയ വലിയ വിശ്വാസത്തോടെ വായിക്കാം. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ കണ്ടോ, വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. കണ്ടോ, ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, 3 കാര്യം 2 പറഞ്ഞു അല്ലേ? റോമർ 10:9 പറഞ്ഞു എന്തൊക്കെയാണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. വെളിപാട് 12:11 പറഞ്ഞു കുഞ്ഞാടിൻ്റെ രക്തം സാക്ഷ്യത്തിൻ്റെ വചനം. എബ്രായർ 5 നിന്ന് പറഞ്ഞു പുരോഹിതൻ്റെ 2 ഡ്യൂട്ടികൾ: ബലികൾ അർപ്പിക്കുക, ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഇവിടെ ഒന്നാമത്തെ കാര്യമാണ് വിശ്വാസം അല്ലേ? വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ അപ്പം നമുക്ക് ഈ പുരോഹിതനുണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ അടുത്ത് ചെല്ലുകയാണ്. കണ്ടോ, ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ അടുത്ത് ചെല്ലുകയാണ്. നമ്മൾ ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും ഈ പുരോഹിതൻ്റെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ആദ്യത്തേത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതിന് അദ്ദേഹം ഒരു പ്രായോഗിക മാർഗം പറയുന്നു. അതിനെന്ത് ചെയ്യണം? അതിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. അതെന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് ഹൃദയത്തെ വെടിപ്പാക്കി ശരീരം ശുദ്ധജലത്താൽ കഴുകുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? മാമോദീസായെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അത് മാമോദീസായെ സൂചിപ്പിക്കുന്നു. ആ മാമോദീസായിലാണ് നമ്മൾ ആദ്യത്തെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ആണോ? അതെ, ആ മാമോദീസായിലാണ് നമ്മൾ നമ്മുടെ ആദ്യ വിശ്വാസം ഏറ്റുപറഞ്ഞത്. അപ്പൊ അത് മാമോദീസായെ സൂചിപ്പിക്കുന്നു. ഇനി അങ്ങനെ മാമോദീസ സ്വീകരിച്ചവര് മാമോദീസ സ്വീകരിച്ചു എന്നുള്ള സമാധാനത്തിലിരിക്കാതെ എന്ത് ചെയ്യണം? അതാണ് അടുത്ത കാര്യം പറയുന്നത്. 23-ാമത്തെ വാക്യം, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ, നമ്മൾ എന്ത് പ്രത്യാശിക്കുന്നോ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. അതാണ് ആ ക്രിസ്ത്യൻ ഹോപ്പ്, ക്രിസ്ത്യൻ ഫെയ്ത്ത്, ആ ക്രിസ്തീയ വിശ്വാസം ഏറ്റു പറയുന്നതിൽ. ആ വചനം എങ്ങനെയാണ്? ആകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ സ്ഥിരതയുള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറയണം. ഇപ്പൊ പിടികിട്ടിയോ? 3 സ്ഥലത്തു നിന്നാണ് ഞാനിത് കാണിച്ചു തന്നത്. റോമർ 10 നിന്ന് കാണിച്ചു തന്നു, പിന്നെ വെളിപാട് 12 നിന്ന് കാണിച്ചു തന്നു, ഇപ്പോൾ ഇതാ ഹെബ്രായർ 10 നിന്ന്. അപ്പസ്തോലന്മാർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ബോധ്യങ്ങൾ ഹൃദയത്തിൽ രൂപപ്പെടുത്തണം, പഠിക്കണം, അറിയണം, വിശ്വസിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് പ്രഖ്യാപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അത് പ്രഖ്യാപിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എബ്രായർ 10 പറയുകയാണ്, നമുക്ക് ആരുണ്ട്? നമ്മൾ പേടിക്കണ്ട. നമുക്ക് ആരുണ്ട്? ഒരു മഹാപുരോഹിതൻ ഉണ്ട്. ആ പുരോഹിതൻ 2 കാര്യങ്ങളാണ് പുരോഹിതൻ ചെയ്യുന്നത്. 1 ബലി അർപ്പിക്കുക, 2 മധ്യസ്ഥം വഹിക്കുക. യേശു നമുക്ക് വേണ്ടി തന്നെ ബലി അർപ്പിച്ചോ? എവിടെ? കാൽവരി കുരിശിൽ. യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചോ? എവിടെ? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന്. ശ്രദ്ധിക്കുക, ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു
ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു ഈ രണ്ട് കാര്യവും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് ബലിയർപ്പിക്കുക, രണ്ട് മധ്യസ്ഥം വഹിക്കുക. അത് യേശു ഇപ്പോൾ എവിടാണ് ചെയ്യുന്നത്? സ്വർഗത്തിൽ അല്ലെ? അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അവിടുന്ന് എങ്ങനെയാണ് സ്വർഗത്തിൽ ബലിയർപ്പിക്കുന്നത്? നിങ്ങൾ വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത്, ആ വചനം എവിടാ? 4-ലാണോ 5-ലാണോ? നോക്കിക്കേ, 5-ലാണോ? വാക്യം പറയാവോ? ചുമ്മാ പറഞ്ഞാണോ? ഗസ് അടിച്ചാണോ? എത്രാമത്തെ അധ്യായം? 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കാമോ? വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കാമോ? 4 ജീവി സിംഹാസനസ്ഥന്റെ എങ്ങനെയാണത്? സിംഹാസനസ്ഥന്റെയും 4 നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. സിംഹാസനസ്ഥന്റെയും 4 ജീവികളുടെയും മധ്യേ മതി. സിംഹാസനസ്ഥൻ അതാരാ? സിംഹാസനസ്ഥൻ പിതാവായ ദൈവം. 4 ജീവികൾ ഏതാ? സിംഹം, കാള, കഴുകൻ. അപ്പോ സിംഹാസനസ്ഥന്റെയും 4 ജീവികളുടെയും എന്ന് പറഞ്ഞ സപ്താത്മാക്കള്, 4 ജീവികള്, സിംഹാസനസ്ഥൻ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ, സ്വർഗീയ വാസസ്ഥലത്തുള്ള എല്ലാവരുടെയും മുമ്പാകെ എന്ത് ചെയ്തു? സിംഹാസനസ്ഥന്റെയും 4 ജീവികളുടെയും മുമ്പാകെ പിന്നെന്താ? ശ്രേഷ്ഠന്മാരുടെയും നടുവിൽ, 24 ശ്രേഷ്ഠന്മാരുടെയും നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞേ? കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത്. അയ്യോ, ഇന്നലെ എൻ്റെ ഉടുപ്പെല്ലാം അഴുക്കായി. ഇന്നലെ ഞാൻ ഇനി അതുകൊണ്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ എല്ലാം അഴുക്കായിരുന്നു ഇന്നലെ. മൊത്തം എൻ്റെ ഉടുപ്പ് ഈ ഭാഗം മുഴുവൻ അഴുക്കായി. പോ. അപ്പോൾ നിങ്ങൾ നോക്കണേ, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് സിംഹാസനസ്ഥന്റെ മുമ്പിൽ നിൽക്കുക. സ്വർഗത്തിൽ യോഹന്നാൻ ഒരു കാഴ്ച കാണുകയാണ്. സ്വർഗത്തിൽ ഈ കുഞ്ഞാട്, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് സിംഹാസനസ്ഥന്റെ മുമ്പാകെ നിൽക്കുകയാണ്. സഭാപിതാക്കന്മാര് ഇതിനെ വ്യാഖ്യാനിച്ചത് കർത്താവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ സിമ്പലായിട്ടാണ്. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കുഞ്ഞാട് അവിടെ നിൽക്കുന്നത് മുറിവേറ്റ ഒരു കുഞ്ഞാടായിട്ടാണ്. തൻ്റെ മുറിവുകളുമായിട്ടാണ് പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കുരിശിൽ താൻ ഏറ്റുവാങ്ങിയ പീഡാനുഭവവും മുറിവുകളും പിതാവിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഈ കുഞ്ഞാട് സ്വർഗത്തിൽ നിൽക്കുന്നത് തൻ്റെ മുറിവുകൾ പിതാവിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പിതാവിനോട് ഈ കുഞ്ഞാട് പറയുകയാണ്, ഈ മുറിവുകൾ ഞാൻ ഏറ്റുവാങ്ങിയത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അവർക്ക് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനിതാ ഈ മുറിവുകളെ കാഴ്ചവെക്കുന്നു. അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ തെറ്റ് വരാത്ത ഞാൻ അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് ഇതാ അവർക്ക് വേണ്ടി പിതാവേ അങ്ങയുടെ മുമ്പാകെ നിൽക്കുകയാണ്. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഈ കുഞ്ഞാട്, ഇത് സ്വർഗത്തിൽ നടക്കുന്ന പുത്രൻ്റെ നിരന്തര മധ്യസ്ഥതയുടെ അടയാളമാണ്. പുത്രൻ നമുക്ക് വേണ്ടി എന്നും പിതാവിൻ്റെ അടുത്ത് തൻ്റെ മുറിവുകൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. കരുണക്കൊന്തയുടെ ആദ്യത്തെ പ്രാർത്ഥന, നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും നമ്മൾ പറയുന്ന അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മളല്ല കാഴ്ചവെക്കുന്നത്. ആരാ കാഴ്ചവെക്കുന്നത്? നിത്യപിതാവേ, ലോകം മുഴുവനുമുള്ള എൻ്റെ മക്കളുടെ, എൻ്റെ സഹോദരന്മാരുടെ പാപത്തിന് പരിഹാരമായി
എൻ്റെ ആത്മാവും ദൈവത്വവും ശരീരവും പിന്നെന്താണ് എൻ്റെ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുകയാണ്. അതായത് ഈശോമിശിഹ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ആ കുഞ്ഞാട്, മുറിവേറ്റ ഈ കുഞ്ഞാട് തൻ്റെ മുറിവുകൾ പിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വർഗത്തിൽ നടക്കുന്ന പുത്രന്റെ ബലി. മനസ്സിലായോ? ചോര ചിന്തി പുത്രൻ എല്ലാ ദിവസവും സ്വർഗത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ താൻ ഏറ്റുവാങ്ങിയ മുറിവുകൾ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് പുത്രന്റെ സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ബലി. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ പുത്രൻ ഇപ്പോഴും നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നുണ്ട്. എവിടെ? സ്വർഗത്തിൽ. പുത്രൻ സ്വർഗത്തിൽ ബലി അർപ്പിക്കുകയാണ്. എങ്ങനെയാണ്? കുരിശേ ചിന്തിയ പോലെ രക്തം ചിന്തി അങ്ങനല്ല. ആ രക്തം ചിന്തി അർപ്പിച്ച ബലിയുടെ യോഗ്യതകൾ തൻ്റെ ശരീരവും ആത്മാവും ജീവനും ദൈവത്വവും പിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇതാണ് പുത്രൻ കുരിശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അഥവാ ബലി. ഇത്രയും മനസ്സിലായോ? ഹലോ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും എല്ലാ ആരാധനക്രമങ്ങളിലും 24 വ്യക്തിഗത സഭകളുടെ 24 ആരാധനക്രമങ്ങളിലും എല്ലാ ആരാധനക്രമത്തിലും ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ലത്തീൻ കുർബാനയിൽ കർത്താവ് നിങ്ങളോട് കൂടെ, ബാക്കി പറ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സുറമലബ കുർബാനയിൽ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ, പാട്. എന്നിട്ട് എനിക്ക് ഉയരങ്ങളിലേക്കൊന്ന് പോകാൻ പറ്റും. നിങ്ങളങ്ങ് പാട്. ഇതിലും ഭേദം ഞാൻ പാടുന്നായിരുന്നു. എന്താണ് പാട്? എങ്ങനെയാണ് പാടുന്നത്? എനിക്ക് മതി, ഞാൻ വേറെ വല്ലവരെയും കൊണ്ട് പഠിച്ചോളാം. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര പൂർവ്വപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലി അർപ്പിപ്പു, ന്യായവുമാണത് യുക്തവുമാം. എവിടെയോ ഇത് കേട്ടല്ലോ, ഇതിവിടെ കേട്ടായിരുന്നല്ലോ. ഏതാണ്? കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമാണ് ആണല്ലോ. അപ്പം നമ്മൾ സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പാടുകയാണ്. എന്താണ് നിങ്ങൾ പാടുകയാണ്? എന്ത് പാടുന്നു? ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവ്വപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അല്ലേ? അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലി അർപ്പിപ്പൂ, ന്യായവുമാണത് യുക്തൻ. അത് ന്യായവും യുക്തമാണ്. ഓക്കെ, ഞങ്ങൾ പാടും, ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലേക്ക് ആയിരിക്കണം. ഉടനെ ആളുകൾ പറയും അങ്ങനെയാണ്, ഞങ്ങൾ അവിടെയാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, ഇത് ലോകത്തുള്ള എല്ലാ തിരുസഭയുടെ ആരാധനക്രമങ്ങളിലും ഇതാണ് അതിൻ്റെ രീതി. പള്ളി വന്നു നിൽക്കുന്ന വിശ്വാസിയോട് തിരുവചന വായനയും വ്യാഖ്യാനവും കഴിഞ്ഞ് അനാഫറ തുടങ്ങുമ്പോൾ പുരോഹിതൻ പറയുകയാണ് എല്ലാവരും കൂടെ മേളിലോട്ട് വരാൻ. ഇവിടം വരെ എത്തിയ പാട് തന്നെ നമുക്കറിയാം. അത് തന്നെ അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ എത്തി. അന്നേരമാണ് നമ്മളോട് പറയുന്നത് എല്ലാവരും കൂടെ അടിച്ചു കെട്ടി സ്കൂളിൽ പ്രിൻസിപ്പളിൽ വിളിച്ച് അസംബ്ലിക്ക് കൊണ്ടുപോകുന്നവരാണ്. എല്ലാ കുർബാനയിലും അച്ഛന്മാരിങ്ങനെ പാടുകയാണ് നിങ്ങളെല്ലാവരും മേളിലോട്ട് വരും, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ബോധവും വിചാരവും കർത്താവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുവിൻ. ചോദ്യം, അതെന്തിനാ അങ്ങനെ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബലി നടക്കുന്നത് ഇവിടല്ല, ഉയരങ്ങളിൽ
ആണ്, ഉന്നതങ്ങളിൽ ആണ്, മഹോന്നതങ്ങളിൽ ആണ്, ദൈവത്തിൻ്റെ വലതുഭാഗത്താണ് ബലി നടക്കുന്നത്. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? പുത്രൻ തൻ്റെ ബലിയുടെ യോഗ്യതകൾ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് മാധ്യസ്ഥം വഹിക്കുന്ന അതാണ് ബലി. അത് കുരിശിൽ അർപ്പിച്ച അതേ ബലിയാണ്. ആ ബലിയുടെ യോഗ്യതകൾ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശു അവിടെ നടത്തുന്ന നിരന്തര ബലിയുടെ നിരന്തര മധ്യസ്ഥ പ്രാർത്ഥനയിൽ പുരോഹിതൻ പറയുകയാണ്, അതാണ് ബലി. നമ്മൾ അർപ്പിക്കുന്നത് നമുക്ക് അർപ്പിക്കാൻ പറ്റില്ല, പുത്രനാണ് അർപ്പിക്കുന്നത്. ആ പുത്രൻ അർപ്പിക്കുന്ന ബലിയിലേക്ക് നമുക്ക് പോവാം. യഥാർത്ഥ കുർബാന നടക്കുന്നത് സ്വർഗത്തിലാണ്, അർപ്പിക്കുന്നത് യേശുവാണ്. നമ്മൾ കുർബാനയിൽ യേശുവിനോടൊപ്പം പങ്കെടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പിടിയിട്ടുന്നുണ്ട്. നമ്മൾ യേശുവിനോടൊപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മൾ യേശുവിൻ്റെ അടുത്ത് പോവാണ്, നമ്മൾ പോവാണ്, യേശു അർപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ യേശു അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കാനാണ് സഭ നമ്മളെ, വിശ്വാസികളായി നമ്മളെ ക്ഷണിക്കുകയാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതനായ യേശു നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. ഒരു കുർബാനയിൽ ചെന്ന് പങ്കെടുക്കുമ്പോൾ നമുക്ക് മനോധൈര്യമുണ്ടാവുകയാണ്. ഓരോ കുർബാനയും എൻ്റെ വീണ്ടെടുപ്പും എൻ്റെ രക്ഷയും എൻ്റെ വിമോചനവും എൻ്റെ സൗഖ്യവും എൻ്റെ സമാധാനവുമായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ലോകത്ത് ഇത്രമേൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊരാരാധന ഇല്ലാത്തത് കൊണ്ട് കുർബാനയിലാണ് നാം ഏറ്റവും നന്നായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച് പെരുമാറണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. കുർബാനയെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി പറയുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ പഠനത്തിൽ മനസ്സിലാക്കുക. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്, നമുക്ക് വേണ്ടി നമുക്ക് വലിയ ധൈര്യം. ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവം പിതാവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ധൈര്യം കിട്ടും. ധൈര്യം, സുരക്ഷിതത്വം, സെക്യൂരിറ്റി, ഒരു ആന്തരിക സ്വാതന്ത്ര്യം. ഇന്ന് പുത്രൻ എൻ്റെ പുരോഹിതനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വാദിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഇത് പ്രഖ്യാപിക്കണം. ഞാൻ ചുരുക്കി പറയാം, 2-3 മിനിറ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യേശു നമുക്ക് വേണ്ടി ഈ തിരുവചനത്തിൽ വെളിപ്പെടുത്തി തന്ന വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് വീട്ടിലിരുന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. പിന്നെ പ്രഖ്യാപിക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് പഠിക്കണം. ഓരോ കുർബാനയിലും നമ്മൾ എന്തെല്ലാം വിശ്വാസം ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ ദേശത്തുണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാളൊരു പൂജ്യമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. ഒരു മനുഷ്യൻ്റെ തലവര ദൈവം തിരുത്തി എഴുതാൻ പോകുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്, ഒരു തീയുടെ മുമ്പിൽ എത്തുമ്പോഴാണ്. വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, വഴി കാണാതെ ഉഴറുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ഗതികിട്ടാതെ അലയുന്ന ഏതൊരു പാഴ്ജന്മത്തിൻ്റെയും പ്രതീകമാണ് മോശ. അയാളുടെ തലവര മാറുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്. ഇത് നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന അഗ്നിയാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.